നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫോമർ സ്പേസ് സയന്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ, ലോയർ, സൈക്കോതെറാപ്പിസ്റ്റ്, ഒപ്പം ഒരു ആത്മീയ ആചാര്യൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ടി.പി. ശശികുമാർജിയാണ്. അദ്ദേഹം ബ്രഹ്മശ്രീ അനുജൻ ഭട്ടതിരിപ്പാടിന്റെയും ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യനായിട്ടുള്ള സ്ഥപതി കൂടിയാണ്. സ്വാഗതം ഡോക്ടർ ടി.പി. എസ് ജി. നമസ്കാരം ലക്ഷ്മി. ടിപിസി, നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 63-ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. ഇന്ന് നമ്മൾ 64-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കും മുമ്പ് അങ്ങയുടെ ഒരു ആമുഖത്തോടു കൂടി തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2-ാം അധ്യായത്തില് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ മെറ്റീരിയലിസ്റ്റിക് അല്ലാണ്ടാവണം, ആഗ്രഹങ്ങള് വേണം. അത് മനുഷ്യൻ എന്ന് പറയുന്നതിൽ ഗാർഹസ്ഥ്യത്തിനാണ് പ്രാധാന്യം. എല്ലാ സന്യാസിമാരും ലോകത്തിന്റെ ഡെവലപ്മെന്റും ഓരോ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ഉന്നമനവും പ്രഗതിയും പുരോഗതിയും ഒക്കെ ആരാണ് അതിനൊക്കെ കാരണക്കാരെന്ന് ചോദിച്ചാൽ ഗൃഹസ്ഥാശ്രമികളാണ്. ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ആവശ്യത്തിന് സ്വത്ത് സ്വരുക്കൂട്ടണം, കാശുണ്ടാക്കണം, പ്രശസ്തി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനോടുള്ള ഒരു അമിതമായ ആഗ്രഹത്തോടു കൂടി ബാക്കി എല്ലാം ബന്ധങ്ങൾ നഷ്ടപ്പെടുക, ജീവിതത്തോടുള്ള ഒരു മാനുവൽ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് അതിനൊരു മെയിൻ്റനൻസ് മാനുവൽ ഉണ്ട്. ആ മെയിൻ്റനൻസ് മാനുവൽ ഇല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആദ്യത്തെ കുറച്ച് ദിവസം മെയിൻ്റനൻസിന് കൊണ്ടുപോകണം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത്ര കിലോമീറ്റർ ഓടിയാൽ വേണം എന്നൊക്കെ പറയും. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മെയിൻ്റനൻസ് മാനുവൽ ആണ് ഭഗവത്ഗീത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് പ്രാവർത്തികമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. അതില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന, നമ്മൾ ചിന്തിക്കുന്ന സംഭവങ്ങൾ വെറും മെറ്റീരിയൽ ഓബ്ജക്റ്റിനെ കുറിച്ച് മാത്രം നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കുക എന്നുള്ള, താൽക്കാലിക സുഖകരമാക്കാനുള്ള ബദ്ധപ്പാടില് നമ്മുടെ ബന്ധങ്ങൾ പോലും നമ്മൾ ഒഴിവാക്കും. അതുകൊണ്ടാണ് പലരും കുടുംബങ്ങളുമൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നതും, ചിലരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് മാറും, ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് വിട്ടുനിൽക്കും. അങ്ങനെ നമ്മുടേതായ ഒരു സങ്കല്പത്തിൽ ജീവിക്കും. അതിന് പകരം എങ്ങനെയാണ് നമ്മുടെ സ്വാർത്ഥത മാറ്റിവെക്കേണ്ടത്, സെൽഫിഷ് എന്ന് പറയുന്നതിൽ നിന്ന് മാറിയാൽ അവരിൽ പലരും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പോലും നമുക്ക് ദുഃഖം പോലും ഉണ്ടാവില്ല അധികം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഒരാളല്ല, കുറെ പേരാണ്. എൻ്റെ കർമ്മങ്ങളൊക്കെ എൻ്റെ കൂടെയുള്ള 2 പേർക്കല്ല, ലോകത്തിന് ആകമാനമുള്ളതാണ്. അങ്ങനെയൊക്കെ സങ്കല്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു അനുഭൂതി, അതൊക്കെയാണ് ഭഗവത്ഗീതയിൽ ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ സ്വന്തം എന്നുള്ള ഇഷ്ടകർമ്മത്തിന് പകരം പൂർത്തകർമ്മം. സനാതനത്തിൽ 2 കർമ്മങ്ങളാണ് പറയുന്നത്, ഇഷ്ടം പൂർത്തം. ഇഷ്ടതേ ലഭതേ സ്വർഗം, പൂർത്തേ മോക്ഷം അവാപ്നിയാൽ. താൽക്കാലികമായിട്ടുള്ള സുഖം കിട്ടാൻ ഇഷ്ടകർമ്മവും കുറെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ബ്ലിസ്ഫുൾനെസ് കിട്ടാൻ പൂർത്തകർമ്മവും ചെയ്യണം എന്നാണ്. അപ്പൊ അതിനുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു പാത്തിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. 64ആണോ? 4-ാമത്തെയാണ് അടുത്തത്. ചൊല്ലട്ടെ ടിപിസി. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. പ്രസാദമധിഗച്ഛതി. പ്രസാദം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹത്തിനെയാണ് പ്രസാദം. നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ പോയാൽ പ്രസാദം കിട്ടുമെന്ന് പറയും. അത് സിംബോളിക്കായിട്ട് നമുക്ക് നമ്മുടെ പൂജാരി തരുന്നുണ്ടെങ്കിലും അത് ഭഗവാൻ പ്രസാദിക്കുന്നതാണ് പ്രസാദം. ഭഗവാന്റെ പങ്കിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഭാഗമാണ്, ഗ്രേസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയില്ലേ, അത് കിട്ടും. പ്രസാദം അഭിഗച്ഛതി. നിങ്ങൾക്കത് കിട്ടും. വേണമെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടും. അത് എന്തിനാ കുറെ വൈകുന്നത്? അധികം കിട്ടും, വേണമെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടും, എത്ര വേണമെങ്കിലും കിട്ടും. ആ ഗ്രേസ്ഫുൾനെസ് നല്ല പോലെ ഉണ്ടാവും. എപ്പോ? രാഗദ്വേഷ വിയുക്തൈസ്തു. രാഗവും ദ്വേഷവുമാണ് നമ്മുടെ പ്രശ്നം എന്നാണ് കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിൽ പറഞ്ഞത്. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമഹ എന്നൊക്കെ പറയുമ്പോൾ ക്രോധവും ഒക്കെ പാടില്ല, രാഗവും പാടില്ല. സ്ഥിതപ്രജ്ഞാവസ്ഥ പറയുമ്പോഴും പറഞ്ഞു ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗത സ്പൃഹ വീത രാഗ ഭയ ക്രോധ.
അപ്പോ ഈ രാഗദ്വേഷം എന്ന് പറയുന്നത് അതാണ്. അതും ഒക്കെ ഇല്ലാതിരിക്കണം. ഇല്ലാത്തവനെ സുഖമായിട്ട് പോകാൻ പറ്റും. വിധേയാത്മാ, അതിൽ വിധേയമായിപ്പെട്ടാൽ എന്ത് പറ്റും? ആത്മവൈശ്യ, ആ സ്വാധീനങ്ങൾ, വൈശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വശീകരിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മാവിനെ വശീകരിക്കപ്പെടും. അപ്പൊ അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ അറിയാതെ പെട്ടുപോകും. അതിനാരാ കാരണം? ഇന്ദ്രിയായി വിഷയാൻ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ മാത്രം നമ്മൾ ചരന്തു, അതിൽ മാത്രം യാത്ര ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് എന്റെ ചരണം, അല്ലെങ്കിൽ അതാണ് എന്റെ പാത്ത്. അപ്പൊ എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളും, അതാണ് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്വരുക്കൂട്ടാനുള്ള നമ്മുടെ സന്നദ്ധത, ജീവിതം താൽക്കാലികം സുഖമാക്കണം എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എത്രയാണോ വിഷയങ്ങളെ ഇന്ദ്രിയൈശ്ചര്യൻ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വശംവദമാക്കുന്നത്, അപ്പൊ എന്ത് പറ്റും? ആത്മാവിന് നിന്ന് കുറെ അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പറ്റും. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് പ്രസാദം കിട്ടുള്ളൂ എന്നാണ് ഈ ഭഗവാൻ പറയുന്നത്. വ്യക്തമാണ്. നമ്മുടെ സോഷ്യൽ സർക്കിള് വലുതാകും തോറും നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷം കിട്ടും എന്നൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉത്തരം കൂടിയുണ്ട് അല്ലെ? നമ്മൾ ലിമിറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരാൾ വളരുന്നത് ഫിസിക്കലി മാത്രമാവരുത്, ഇന്റലക്ച്വലി വേണം, ഇമോഷണലി കുറെ കൂടി ആൾക്കാരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാവണം, വിദ്വേഷം പാടില്ല എന്ന് പറയും. പിന്നെ വേണ്ടത് സോഷ്യലി, അത് 2 പേര് മാത്രം ആവരുത്, 4 പേരാവരുത്. ഓരോ ദിവസവും കൂടുമ്പോൾ എത്ര കൂടുതൽ ആൾക്കാരെ എനിക്ക് എന്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റി, എന്റെ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. എന്റെ ഫ്രീക്വൻസിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ എന്റെ ഫ്രീക്വൻസി അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പൊ വല്ലാണ്ട് രാഗദ്വേഷമൊക്കെയുള്ള ആൾക്കാരും ഈ ദുഃഖം സുഖം എന്നൊക്കെ പറയുന്നത് വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവര് കുറെ ആൾക്കാർ ഇടപെടുമ്പോൾ കുറെ സ്മൂത്ത് ആയിട്ട് എന്റെ വേവ് ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം വേവ് ലെങ്ത് കൂടുന്നു അത്രത്തോളം ദൂരത്ത് എനിക്ക് എത്താൻ പറ്റും. അതാണ് സാമൂഹികമായ കോണ്ടാക്ട്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ നന്നാക്കി എടുക്കണമെങ്കിൽ എനിക്ക് വേണ്ട ഒരു കഴിവാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ആത്മീയതയിലേക്കാണ്. അതുകൊണ്ട് കുറച്ചു പേരൊക്കെ നിങ്ങൾ നിഷ്കാസനം ചെയ്തോളൂ. കാരണം ലോകം ആകെ അർജുനനെ ഓർക്കാൻ പോവുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുത്താല്. ആ കുറച്ചു പേരെ നമ്മൾ സഹിക്കാം എന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലോ. പലരും പഠിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ജീവിതത്തിൽ. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പൊ ഭാരതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഭാരതത്തിൽ എപ്പോഴും ഉള്ളത് തെറ്റായിട്ടുള്ളതിനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാത്തിനെയും സ്നേഹിക്കും, പക്ഷെ ഏതാണോ സമൂഹത്തെ ഹനിക്കുന്നത് അതിനെയൊക്കെ നമ്മൾ ഹനിച്ചു തീർക്കുക എന്നുള്ളതാണ്. അത് കൗരവരെ എല്ലാം നശിപ്പിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. നന്നാക്കാൻ സാധിക്കാത്തതിനെ നശിപ്പിക്കാനല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വിവരണമാണ് തന്നത്. അടുത്തത് 65-ാമത്തെ ശ്ലോകമാണ്. ടിപിസി ചൊല്ലാം. ഭഗവത്ഗീത സാഖ്യയോഗം 2-ാം അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകമാണ്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു എക്സ്പാൻഷൻ തന്നെയാണ്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ പ്രസാദം എന്ന് പറയുന്നത് നമുക്ക് കിട്ടും, ശാന്തി കൈവരിക്കാൻ സാധിക്കും. എവിടെ? എല്ലാ കാര്യങ്ങളിലും ശാന്തി കിട്ടണമെന്ന് വിചാരിക്കുക. ദുഃഖാനാം ഹാനി ഉപജായത്തെ എന്നാണ്. സകല ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കിയിട്ട് വേണം. അപ്പൊ എന്താ എന്റെ ദുഃഖം? എന്റെ കാലില് എവിടെയോ മുറിവ് പറ്റി വല്ലാണ്ട് അത് എന്റെ കാലിനെ തന്നെ നശിപ്പിക്കും, എന്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ആലോചിക്കുക. അപ്പോഴാണ് കാല് മുറിച്ചു മാറ്റുന്നത്. അത് സ്പ്രെഡ് ചെയ്യുന്ന അറിയുമ്പോഴാണ്. അത് ആ ഒരു ഹാനി ഞാൻ കട്ട് ചെയ്ത് കളയുമ്പോഴുണ്ടാവുന്ന ഒരു ദുഃഖം ഉണ്ടല്ലോ, അത് നല്ലതാണ്. കാരണം എന്റെ ടോട്ടൽ പ്രസാദത്തിന് വേണ്ടിയിട്ട്, ഡിവൈൻ ആയിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ദീർഘകാലത്തേക്കുള്ള സന്തോഷത്തിന് വേണ്ടി ചെറിയ കുറ്റങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അത് ലോജിക്കലാണ്. അതുകൊണ്ടല്ലേ ഡോക്ടർ അങ്ങനെ ചെയ്യുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയും. അത് അത്യാവശ്യമാണ്. നമ്മുടെ ഒരു നന്മ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ തിന്മയുണ്ടാവുന്നത് അതിനെ എടുത്തു കളയാന്നുള്ളതാണ്. ഇപ്പൊ ഈ ഹ്യൂമാനിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക്. എല്ലാവരെയും സമമായിട്ട് കാണണം, കുറ്റം ചെയ്തവരെയും കുറ്റം ചെയ്യുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും തുല്യരാണ്, അവർക്കെന്തോ ബുദ്ധിമോശം വന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല. നമ്മുടെ സംഭവം എന്താ വെച്ചാല് എന്റെ കൈയും എന്റെ കാലും ഒരേപോലെ തന്നെയാണ്.
പക്ഷെ എന്നാ അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്ന് കട്ട് ചെയ്ത് കളയണം. ഏതിനാണ് പ്രയോറിറ്റി എന്നനുസരിച്ചിട്ടാണ്. അപ്പൊ എൻ്റെ ശത്രുക്കളെ ചിലപ്പോൾ ഞാൻ മിത്രങ്ങളാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത് ശ്രമിക്കും. അത് ശ്രമിച്ചിട്ടുണ്ട് കൃഷ്ണൻ. പക്ഷെ അതും അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അവരെ നിഷ്കാസനം ചെയ്യാന്നുള്ള മാർഗമാണ്. അത് ഇവിടെ അതാണ് പറയുന്നത്. പ്രസാദേ സർവ ദുഃഖാനാം, എല്ലാം ദുഃഖങ്ങളും ഒഴിവാക്കാൻ വേണ്ടി പ്രസാദം വരണം. പക്ഷെ ഹാനിരസ്യോപജായത്തെ, അതിൽ ചിലപ്പോ ചില സോറോസ് ഒക്കെ ഉണ്ടായി എന്ന് വരാം. അത് ഒഴിവാക്കാൻ പറ്റില്ല. ഓൾ സോറോസ് എൻഡ് എന്നാണ്. ആ സോറോ എന്ന് പറയുന്നത് ഹാനിരസ്യോപജായത്തെ, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഞാൻ എൻഡ് ചെയ്യും എന്നാണ്, ഉപജായത എന്നാണ്. പക്ഷെ അത് എപ്പോഴാ? എല്ലായ്പ്പോഴും പറ്റില്ല. എവിടെയാണോ ദുഃഖ കാരണമുള്ളത് അതിനെ ഒഴിവാക്കിയാലേ ചിലപ്പം സോറോ മാറുള്ളൂ. അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയും, പറ്റുന്നതൊക്കെ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. ആ പ്രസന്ന ചേതസോഹ്യാശു, അത് ഏത് മനുഷ്യന്റെ മനസ്സിലാണോ, ചേതത്തിലാണോ, ഏത് ചിത്തത്തിലാണോ അത് ഉരുത്തിരിഞ്ഞു വരുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത് ബുദ്ധി പര്യവതിഷ്ഠതേ, അവിടെയാണ് ബുദ്ധി. ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന അർത്ഥം. ആ ബുദ്ധി, ആ ഭഗവാൻ അവിടെ വന്നിട്ട് ഇരുന്നോളും എന്നാണ്. അതാണ് ഹാപ്പിനെസ് ഉണ്ടാക്കുക. അത് സന്തോഷമാണ് ഇവിടെ. ഏത് ബുദ്ധി? ആ സന്തോഷമാകുന്ന ബുദ്ധി വന്നിരിക്കും, പ്രസാദമാകുന്ന നന്മ വന്നിരിക്കും. ഏതാണോ ഹാനികരമായിട്ടുള്ളത്, ഏതാണോ തെറ്റായിട്ടുള്ളത്, ഇവിടെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് പറയാണ് അർജുനനോട്, നീ അതുകൊണ്ട് ഒരു കാര്യം ആലോചിക്കേണ്ട, നേരെ കൊല്ലാനുള്ള സമയമായി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ യുദ്ധം ചെയ്യണം എന്നുള്ളതിന്റെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു ഒരു ശ്ലോകവും കൂടിയാണ് 65ാമത്തെ ശ്ലോകം. ഉത്തിഷ്ഠത നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പറയും. ഇത് പറഞ്ഞു വരുമ്പോ നിങ്ങൾ പറഞ്ഞു. വളരെ ശരിയാണ്. അപ്പൊ അങ്ങ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയാണ്. ഇവിടെ നമ്മൾ വ്യക്തിയെ മാത്രമല്ല, പ്രശ്നങ്ങളെയും ഇതുപോലെ തന്നെയാണ് സമീപിക്കണം എന്ന് സൈക്കോ തെറാപ്പിസ്റ്റ് ഒക്കെ പറയുന്നത്. അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, വിക്ടിം മോഡിൽ നിന്ന് പിന്നെ സർവൈവൽ മോഡിൽ നിന്ന് പിന്നെ ലിബറേഷൻ മോഡ്, അല്ലെ? അതിൽ നിന്ന് മോചനം നേടുന്ന ഒരു മോഡിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ ഇരകൾ എന്ന് കരുതുന്ന അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നവർക്ക് ശരിക്കും ഒരു മനസ്സുഖം ഉണ്ടാകുന്നത്. അപ്പൊ ആ പ്രശ്നം മാറ്റിയാൽ മാത്രമേ അവിടെ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടൂ എന്നുള്ള ഒരു പ്രായോഗിക മനഃശാസ്ത്രവും കൂടി ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു വ്യക്തിയെ മാത്രമല്ല, പ്രശ്നങ്ങളെയും നമ്മളത് ഇല്ലാതാക്കണം എന്നുള്ളത് കൂടി എനിക്ക് മനസ്സിലാകുന്നത് അങ്ങ് പറയുമ്പോൾ. അടുത്തത് 66ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 2ാം അധ്യായം സാഖ്യയോഗത്തിലെ 66ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയദ ശാന്തി രശാന്ത്യസ്യ കുതസുഖം. അശാന്തസ്യ കുതസുഖം എന്നാണ്. എവിടെയാ നിനക്ക് സുഖം കിട്ടുക എന്നാണ് ചോദിക്കുന്നുണ്ട്. നിനക്ക് എവിടെയാ സുഖം കിട്ടുക? അശാന്തസ്യ കുതസുഖം, സുഖം കുതഹ, എവിടെയാണ് അശാന്തിയിൽ സുഖമുണ്ടാവുക? നാസ്തി ബുദ്ധി അയുക്തസ്യ, എവിടെയാണോ അയുക്തസ്യ, ഏതിനെ? യുക്തം എന്ന് പറഞ്ഞാൽ മനസ്സിന് യുക്തമായിട്ടുള്ളതാണ് ഇവിടെ അർത്ഥം. അപ്പൊ മനസ്സിനെ യോഗയുക്തമാക്കാനുള്ള, ആ യുക്തം എന്ന് പറഞ്ഞാൽ യോഗയുക്തമാണ്. എന്റെ മനസ്സിനെ യോഗയുക്തമാക്കാനുള്ള കഴിവാണ് എനിക്ക് വേണ്ടത്. അത് ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക്, നാസ്തി ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ഒരാള് എന്ന് വെച്ചാൽ ആത്മാവിന് ബുദ്ധിയെ ആത്മാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഒരു സാധ്യതയില്ലാത്ത ഒരാൾക്ക് അയുക്തസ്യ ഭാവന നച, അതിനുള്ള ഒരു ആത്മധ്യാനവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അയാൾ നീങ്ങിപ്പോയാൽ അവിടെ എന്തുണ്ടാവും? അഭാവയത ശാന്തി. എപ്പോഴും ഒന്നിന്റെ അഭാവം കാണാം, അത് ശാന്തിയുടെയാണ്. അതുകൊണ്ട് ശാന്തി ഇല്ലാത്തടുത്ത് അശാന്തം വരും. ആ അശാന്തസ്യ കുതസുഖം, അങ്ങനെ വരുന്നിടത്ത് എവിടെയാണ് സന്തോഷം ഉണ്ടാവുക? അതുകൊണ്ട് എന്താ വേണ്ടത്? ബുദ്ധിയുക്തമല്ലാത്ത, ആത്മീയമായിട്ടുള്ള ചിന്തകൾ വരാത്ത ബുദ്ധി എവിടെയുണ്ടോ അവിടെയൊക്കെ അശാന്തി ഉണ്ടാവും. എവിടെയൊക്കെ ശാന്തിയുടെ ബുദ്ധിയുണ്ടോ അവിടെയൊക്കെ സുഖമുണ്ടാവും. താൽക്കാലികമായിട്ട് കുറച്ച് അസുഖങ്ങളൊക്കെ വരും. കാരണം ഏത് സംഭവവും മിനുസപ്പെടുത്താൻ കുറെ ഒരസണ്ടി വരും. ഏത് മെറ്റലും ഒന്ന് ഫോൾഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അതിനെ നല്ലപോലെ ചൂടാക്കേണ്ടി വരും. അതുപോലെ മനുഷ്യന്റെ ഈ ഒരു
നിർണയം എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മനുഷ്യന്മാർക്ക്. ഈ ആത്മീയതയിലേക്ക് എത്തുന്നത് എപ്പോഴും അത്ര എളുപ്പമുള്ള മാർഗമല്ല. ആ എളുപ്പം പോകാനുള്ളത് ആത്മീയതയിൽ നിന്ന് വ്യതിചലിച്ചു പോകാനാണ്. ആത്മീയതയിലേക്ക് എത്തണമെങ്കിൽ കുറെ ടെസ്റ്റ് പ്രോസസ്സ് നമ്മൾ പോവണം. ആ ടെസ്റ്റ് പ്രോസസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ സർട്ടിഫൈ ചെയ്തിട്ട് എത്തണമെങ്കിൽ ആ ഒരു തോന്നൽ, അതിനൊരു മെഷർ ഇല്ലതാണ്. ഇന്ന അളവ് കോല് വെച്ചിട്ട് ഇയാള് ഈ അളവ് കടന്ന അപ്പുറത്തെത്തി, അല്ലെങ്കിൽ എന്റെ പേരിന്റെ മുമ്പിൽ 4 ശ്രീ വെച്ചാൽ ഞാൻ എങ്ങനെയായി, അതൊന്നും അർത്ഥമില്ല. ഇതൊന്നും അല്ല ഇതിന്റെ ഒരു അളവുകോല് എന്ന് പറയുന്നത്. നമ്മൾ എത്ര കാലം എങ്ങനെയൊക്കെ ടെസ്റ്റ് പ്രോസസ്സുകൾ തീരുന്നുണ്ടോ അത് എപ്പോഴാ തീരുന്നതെന്ന് ഒരു വ്യക്തിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ആരും ആ ഒരു അവസ്ഥയിലേക്ക് അത്ര പെട്ടെന്നൊന്നും എത്തില്ല. ചുറ്റുമുള്ള കുറച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ വിളിച്ചു എന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം അവര് നമ്മളിപ്പോ മാഷ് എന്ന് വിളിക്കുന്ന സമയത്ത് LKG മാഷൊക്കെ ഒരു വിവരം ഉണ്ടാവില്ല, അയാൾ മാഷ് തന്നെയാണ്. പക്ഷെ അയാൾ PhD എടുത്തിട്ടുള്ള ഒരു പ്രൊഫസറുടെ വിവരമില്ല എന്ന് ആ മാഷക്കും അറിയാം. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ ലെവലില് നമ്മൾ ഇതാണ് എന്ന് തോന്നുന്നുണ്ടാവും ഞാൻ മാഷാണെന്ന്. പക്ഷെ വേറെ നല്ല മാഷെ കാണുമ്പോഴാണ് മനസ്സിലാവുക ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തും കുറെ പഠിക്കാനുണ്ട്. ഇതൊക്കെ സ്റ്റെപ്പുകളാണ്. അത് എപ്പോഴാ തീരാന്ന് ചോദിച്ചാൽ ഒരിക്കലും തീരില്ല. അത് തീരുന്നതല്ല, അങ്ങനെ ഒരു പട്ടം കൊടുക്കാൻ പറ്റുന്നതല്ല ഭാരതീയമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ ഒരു അറിവ് കോല് എന്ന് പറയുന്ന ഒരു കോല്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് താൻ. ഇപ്പൊ അശാന്തി എന്ന് പറയുന്നത് എനിക്കിപ്പോ അശാന്തി ഇല്ല, ശാന്തിയാണെന്നൊക്കെ തോന്നും. പിന്നെയാണ് മനസ്സിലാവും പോരെയായിരുന്നു, കുറച്ചും കൂടി വേണം. അത് തീരില്ല, തീരാത്ത അവസ്ഥയാണ്. ഒരു ജന്മം കൊണ്ടും തീരില്ല, അടുത്ത ജന്മം കൊണ്ടും തീരില്ല. ഭഗവാൻ പറയും 15ാമത്തെ അധ്യായത്തിലൊക്കെ ഇത് എക്സ്പാൻഡ് ചെയ്ത് പറയുന്നുണ്ട്. എവിടെയാണ് ശാന്തി വരിക, എത്ര പ്രാവശ്യം വരും, എത്ര കാലം വരും, എങ്ങനെയൊക്കെ ചെയ്യണം, യോഗ നിഷ്ഠയിൽ എത്തണമെങ്കിൽ എന്തൊക്കെ പ്രകടനങ്ങൾ വേണ്ടി വരും, എന്തൊക്കെ പര്യായങ്ങൾ ഉണ്ട് ഇതിന്, അത് ഏത് ലെവലിലൊക്കെയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ വ്യത്യസ്തമായ പേരുകളും ടൈറ്റിലൊക്കെ ഋഷിമാർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ എത്താൻ വേണ്ടി സമയം പിടിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അശാന്തിയാണ് ഇന്ന് തനിക്കുള്ളതും എനിക്കുള്ളതും എല്ലാവർക്കും ഉള്ളതും എന്നാണ്. വളരെ മനോഹരമായിട്ടാണ് ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ വീക്ഷണത്തിലൂടെ അങ്ങ് അത് പറഞ്ഞത്. ഈ ഒരു വരി, അതായത് ഭഗവത്ഗീത 2ാം അധ്യായം സാഖ്യയുഗത്തിലെ 66ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വരി മാത്രം മതി നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോകാൻ. അതായത് അശാന്തസ്യ കുതസുഖം, അശാന്തി ഉള്ളവൻ എവിടെയാണ് മനസ്സുഖം ഉണ്ടാവുക എന്നുള്ളത്, അല്ലെ? എന്റെ ചില ശ്ലോകങ്ങളിലൊക്കെ ഞാൻ ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ആ ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. ഇമ്പോർട്ടന്റ്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിരുന്നത്, അശാന്തി ഉള്ളവർക്ക് എങ്ങനെയാണ് സുഖം. അപ്പൊ ലെറ്റ് ഇറ്റ് ഗോ. എവിടെയെങ്കിലും വെച്ച് നമ്മൾക്ക് അതിനെ വിട്ടുകളയേണ്ടി വരും. നമ്മളെ എന്ത് പ്രശ്നമാണോ നമ്മളെ പരിധിക്കപ്പുറം ബാധിക്കുന്നത്, അതിനെ ഒരു പരിധി വരെ നമ്മൾ ചിന്തിക്കാതെ അതിനൊരു പരിഹാരം കിട്ടില്ല. ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ഒരു, അതിന് 2 എക്സാമ്പിളാ പറയാം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് കാറ്റും ബുദ്ധി എന്ന് പറയുന്നത് ബോട്ടും ആണെന്ന് പറയും. മനസ്സും ബോട്ടും. അപ്പോ നല്ല കാറ്റടിക്കുമ്പോ ബോട്ടിന് ഇളക്കം കൂടും. മനസ്സ് വല്ലാണ്ട് അചഞ്ചലമാവുമ്പോ ബുദ്ധി വർക്ക് ചെയ്യില്ല. അപ്പോ എൻ്റെ ഈ ഒരു ജലാശയത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയിൽ തീരില്ല പണി. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിൽ വശീകരിക്കാൻ സുഖം കിട്ടണം എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിന്റെ അടുത്തൊരു കണ്ടിന്യൂഷൻ ആണ് അടുത്ത് വരാൻ പോകുന്ന ഇന്ദ്രിയാണാം ഹി ചരതാം എന്ന് പറയുന്ന ശ്ലോകം. അതുപോലെ TPSC പറഞ്ഞിരുന്നു സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ് അല്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ട് വാളിന്റെ മുനയിൽ കൂടി നടക്കുന്ന പോലെയുള്ള ഒരു അനുഭവമാണെന്ന് അങ്ങ് എപ്പോഴും അത് പറയാറുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ റിലീജിയനെ കുറിച്ച് അല്ലെങ്കിൽ മതത്തിനെ കുറിച്ച് പറയാറുള്ളത്, റിലീജിയൻ ഇസ് ഫോർ പീപ്പിൾ ഹു ഡോണ്ട് വാണ്ട് ടു ഗോ ടു ഹെൽ ആൻഡ് സ്പിരിച്വാലിറ്റി ഇസ് ഫോർ പീപ്പിൾ ഹു ഓൾറെഡി ഹാവ് ബീൻ ദെയർ എന്ന് പറയാറുണ്ട്. അതായത് മതങ്ങൾ എന്ന് പറയുന്നത് നരകത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്തവർക്കുള്ളതും ആത്മീയത എന്ന് പറഞ്ഞിട്ടുള്ളത് നരകത്തിൽ പോയവർക്കുള്ളതുമാണ്. അത്രയധികം പോളിഷിങ് ആവശ്യമുള്ള ഒന്നാണ് ആത്മീയത. എളുപ്പമൊന്നും നമ്മൾ ആത്മീയതയിൽ എത്തില്ല. അതായത് ഹൗ വിൽ യു ഗെറ്റ് പോളിഷ്ഡ് അൺടിൽ യു ഗെറ്റ് ഡിസ്റ്റർബ്ഡ് എന്ന് പറയാറുണ്ട്, അല്ലെ? ഓരോ റബ്ബിലും നമ്മൾ പോളിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അങ്ങ് നേരത്തെ പറഞ്ഞത്. ഓരോ അടിയേൽക്കാതെ നമ്മൾ ഒരു ആയുധമായാലും ഒന്നും ഷാർപ്പൻ ചെയ്ത് കിട്ടില്ല എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട്. എത്ര എക്സ്പെരിമെന്റ് കഴിയുമ്പോഴാണ് 6 മുള കണ്ണാടി ഉണ്ടാക്കാൻ പറ്റുകയെന്നറിയോ? അതെ അതെ, അതിൽ പലതും പൊട്ടിപ്പോവും. നമ്മൾ വലുതായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് മുശയിലൊക്കെ ഇട്ടിട്ട് തിരിച്ചു വരുമ്പോ വലിയൊരു വലിപ്പം വേണമെന്നൊക്കെ വിചാരിക്കും. 6 ദിവസം 7 ദിവസമൊക്കെ ഇരുന്ന് പോളിഷ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് വരുന്നെങ്കിൽ കുറെ പണിയെടുക്കണേ. തീർച്ചയായിട്ടും. അതുപോലെയാണ്
അതെ, ഡയമണ്ട്സ് ആർ മെയ്ഡ് അണ്ടർ പ്രഷർ എന്ന് പറയുന്നത് വജ്രങ്ങൾ എത്രയോ കാലം അല്ലെ, എത്രയോ കാലത്തെ പ്രഷറിന് ശേഷം ഭൂമിക്ക് അടിയിൽ കിടന്നിട്ടാണ് ഒരു കൽക്കരി വജ്രമായിട്ട് മാറുന്നത് എന്നതുപോലെ ബുദ്ധിമുട്ടാണ് ആത്മീയത എന്നാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അടുത്തത് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയുഗത്തിലെ 67-ാമത്തെ ശ്ലോകമാണ്. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാമമിവാംഭസി. ഇതാണ് ഞാൻ പറഞ്ഞത്. അടുത്തതിൽ അത് പറയുന്നു പറഞ്ഞില്ലേ. അത് ഈ ഒരു ശ്ലോകത്തിന് വായുവില് മുമ്പേ അറിയാം അടുത്ത് വരാൻ പോകുന്നതല്ല. അല്ല, അത് ഞാൻ ആ ക്രമത്തിലാ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എളുപ്പം എനിക്കതിങ്ങനെ മനസ്സിലങ്ങോട്ട് വരും. അപ്പം ഇന്ദ്രിയങ്ങള് ഇങ്ങനെ ചരിച്ചു പോകുന്നത് ഏത് തരത്തിലാണോ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അത് ഹരതി പ്രജ്ഞാം, എന്റെ പ്രജ്ഞയെ വല്ലാതെ വശീകരിച്ച് ഇല്ലാണ്ടാക്കി തീർക്കാവുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയംവദമായിട്ട്, മനസ്സാണ് സോഫ്റ്റ്വെയർ, ഇന്ദ്രിയങ്ങളാണ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും. എന്റെ ഉള്ളിലേക്ക് പോകുന്നതിനെ പ്രോസസ് ചെയ്യുന്ന ഉള്ളിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മനസ്സ്. അപ്പൊ മനസ്സിലാണ് പല കാര്യങ്ങളും നമ്മൾ വെക്കുക. ചിലത് മനസ്സിൽ വെക്കില്ല, അത് കണ്ടിട്ട് എനിക്ക് സ്ഥിരം ശീലമുള്ളത് മനസ്സിൽ വെക്കും. അമ്മയുടെ പടം മനസ്സിലുള്ളത്, ബുദ്ധിയിലല്ല. അത് ബുദ്ധിയിലല്ല. അമ്മയെ കാണുമ്പോൾ നമുക്ക് സംശയമില്ലാതെ ഉടനെ തന്നെ ഇത് എന്റെ അമ്മയാണ് അല്ലെന്ന് ആലോചിക്കേണ്ട കാര്യം വരാറില്ലല്ലോ, കാരണം അത് മനസ്സിലായിരിക്കുന്നത്. അപ്പൊ ഏതാണോ ഇന്ദ്രിയങ്ങൾക്ക് വശംവദമായിട്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുള്ള ആ പ്രജ്ഞ, അത് ഏത് തരത്തിലാണ്? ബുദ്ധിയും മനസ്സും രണ്ടും വേണം. എപ്പോഴാണോ എന്റെ മനസ്സ് വല്ലാണ്ട് ചഞ്ചലമാകുന്നത് എന്ന് വെച്ചാൽ എന്റെ ഏറ്റവും അടുത്ത് എന്റെ മനസ്സിൽ വെച്ചിട്ടുള്ള ആൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഏറ്റവും തൊട്ടടുത്തുള്ളവരൊക്കെ ചഞ്ചലമായിട്ട് പ്രശ്നങ്ങൾ. ആരോടാ നമ്മൾ തെറ്റായിട്ട് വാക്ക് പറയുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അടിപിടിയൊക്കെ ഉണ്ടാവുക? അത് ഏറ്റവും കൂടുതൽ അടുത്തുള്ളവരാണ്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. എന്റെ അടുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ആരെയാ വഴക്ക് പറയാം? ഏറ്റവും അടുപ്പുള്ള ആളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തള്ളിക്കളയാൻ പറ്റുന്നത് കൊള്ളുന്നവരെയാണെന്ന് പറയാറുണ്ട്. എനിക്ക് കൊള്ളാൻ പറ്റുന്നവരെയാണ് ഞാൻ തള്ളിക്കളയാം. തള്ളിക്കളയാന്ന് വാക്ക് പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടല്ലേ തള്ളിക്കളയണേ, അടുത്തിരുന്നുകൊണ്ടല്ലേ തള്ളിക്കളയണേ. അപ്പൊ ആ ഒരവസ്ഥയാണ് അത്. ഈ ബോട്ടിൽ ഇന്റലക്ട് എന്ന് പറയുന്ന, ബുദ്ധി എന്ന് പറയുന്ന ബോട്ട്, അത് എത്രത്തോളം മനസ്സ് ചഞ്ചലമാകുന്നോ ആ ബോട്ടിന് മുന്നോട്ട് പോകാൻ പറ്റാണ്ടിരിക്കും. അപ്പൊ ബുദ്ധി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. നേരത്തെ പറഞ്ഞല്ലോ 2 തരത്തിലുള്ള ബുദ്ധി ഉണ്ടെന്ന്. ബുദ്ധിനാശം ആണ് ഉണ്ടാവുക, ബുദ്ധിനാശവും പ്രണശ്യതി. അപ്പൊ ബുദ്ധി ഇല്ലാണ്ടാവാൻ എന്താ കാരണം എന്നാണ് ഇപ്പൊ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അത് മനസ്സുകൊണ്ടാണ്. എന്താ മനസ്സും ആവുന്നത്? അത് ഇന്ദ്രിയങ്ങൾക്ക് വശംവദമാവുന്നതാണ്. കാണുന്നതൊക്കെ അതേപോലെ നമ്മൾ വിശ്വസിക്കും, കേൾക്കുന്നതൊക്കെ വിശ്വസിക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ അങ്ങോട്ട് കിടന്നിട്ട് മനസ്സങ്ങോട്ട് ചഞ്ചലമാവുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യില്ല, വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. അതുകൊണ്ട് കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്ന അവസ്ഥയിലേക്ക് താൻ മാറിയിട്ടില്ലെങ്കിൽ ഈ ബോട്ട് എവിടെയും പോവില്ല, ബുദ്ധി മുന്നോട്ട് പോവില്ല. ബുദ്ധി മുന്നോട്ട് പോകാണ്ടിരുന്നാൽ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അശാന്തസ്യ കുത സുഖം. അശാന്തിക്ക് എന്താ കാരണം? നാസ്തി ബുദ്ധി അയുക്തസ്യ, അയുക്തസ്യ, യുക്തമല്ലാത്ത കാര്യങ്ങളിലേക്ക് ബുദ്ധി പോകും. അതിന് കാരണം ഈ മനസ്സാണ്. അപ്പൊ ഈ 2 ശ്ലോകവും ഇങ്ങനെ മനസ്സിലിടക്കിടക്കേ വരുന്ന ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് എളുപ്പം പറയാണ്ടെങ്കിൽ ഞാനൊക്കെ ചൊല്ലുമ്പോൾ ഇത് രണ്ടും കൂടിയായിട്ടാ ചൊല്ലുക. അതാണ് അവസ്ഥ. മനോഹരമായിട്ടാണ് അത് വ്യക്തമാക്കി തന്നത്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ വ്യക്തികള് അല്ലെങ്കിൽ പ്രശ്നങ്ങള്, ഇഷ്യൂസ്, ഇതൊന്നും നമ്മൾ മനസ്സിൽ വെച്ചാൽ ശാന്തി കിട്ടില്ല എന്നൊരു അർത്ഥവും കൂടി ഇന്ദ്രിയങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങൾക്കില്ല. അത് നമ്മൾ ഈ ഇന്ദ്രിയം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു ഇൻപുട്ട് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ആ ഇൻപുട്ട് സോഫ്റ്റ്വെയർ നമ്മളിപ്പോ നമ്മുടെ കീബോർഡിൽ 3 എന്ന് പ്രസ് ചെയ്യുന്നു. ആ 3 എന്ന് പ്രസ് ചെയ്യുന്നതെന്ന് അറിയുന്നത് എപ്പോഴാണ്? എന്റെ കീബോർഡിൽ ആ ഡിസ്പ്ലേയിൽ 3 എന്ന് വരുമ്പോഴാണ്. അപ്പൊ ഞാൻ പ്രസ് ചെയ്യുന്നത് ഡിസ്പ്ലേ ആക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ, അതാണ് മനസ്സ്. ഞാൻ കാണുന്നു എന്ന് പറയുമ്പോ കണ്ണല്ല കാണുന്നത്, കണ്ണിന്റെ ഉള്ളില് കാണാൻ സാധിക്കുന്ന സെല്ലുകൾ പ്രോസസ് ചെയ്യുന്ന ഒരു മനസ്സിരിപ്പുണ്ട്. ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുഷി പശ്യതിഹി എന്നാണ്. ഏതാണോ എന്നെ കാണാൻ സഹായിക്കുന്ന ഒരു തോന്നല്, ആ കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ്സിലാണ് കുഴപ്പം. ആ കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയം എന്നുള്ള വാക്കിന് ഇന്ദ്രിയത്തിന്റെ അല്ല, അതിന്റെ തൊട്ടടുത്തുള്ള മനസ്സിനെ അറിഞ്ഞിട്ടുള്ളതാണ് ഇന്ദ്രിയം. കാരണം ഇന്ദ്രിയങ്ങൾക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഇന്ദ്രിയം എന്ന് പറയുന്നത് ഒരു സെല്ല് മാത്രമാണ്. ആ സെല്ലിന് കാണാനുള്ള കഴിവൊന്നുമില്ല.
ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുൻഷി പശ്യതിഹി എന്നാണ്. ഏതാണോ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ സെല്ലുകളില് കാണാനുള്ള കഴിവ് കൊടുക്കുന്നത്, ആ സെല്ലിനെ അല്ല നമ്മൾ കണ്ണ് എന്ന് വിളിക്കുന്നത്, ആ കാണാനുള്ള കഴിവിനെയാണ്. ഇപ്പം ഒരാളെ അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നത് ആ ശരീരത്തെ അല്ല വിളിക്കുന്നത്, ആ സ്ത്രീയിലിരിക്കുന്ന അമ്മത്വത്തെയാണ് അമ്മ എന്ന് വിളിക്കുന്നതും പിതൃത്വത്തെയാണ് പിതാവ് എന്ന് വിളിക്കുന്നതും. ഒരു പിതൃത്വം അല്ലാത്ത ഒരാളെ ഹസ്ബൻഡ്, ഇപ്പൊ ദേഷ്യം വരുമ്പോ ഡൈവേഴ്സിന്റെ അടുത്തെത്തും ഇയാൾ എന്റെ ഭാര്യ അല്ല എന്ന് പറയുന്നത്. ഇത്രയും കാലം ഭാര്യ ആയിരുന്നില്ലേ? ആ മനുഷ്യന് വല്ല രൂപവ്യത്യാസം ഉണ്ടോ? ഇല്ല. അവരുടെ സ്വഭാവത്തിനാണ് മാറ്റം. ആ സ്വഭാവമാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങള് നമ്മളെ വിഷയങ്ങളിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന വിധത്തിൽ മനസ്സിനെ വിട്ടുകൊടുക്കരുത് എന്നാണ്, അല്ലെ? വിട്ടുകൊടുക്കരുത്. ഇന്ദ്രിയങ്ങളെ എല്ലാം കാണും കേൾക്കും, പക്ഷെ അത് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ ആവരുത് മനസ്സിലേക്ക്. ശത്രുവാന്ന് പറയുന്നു. ആ ശത്രുത എന്ന് പറയുന്നത് അയാള് ശത്രുവല്ല, അയാൾ ചെയ്ത എന്തോ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അയാൾ ശത്രുവായിട്ട് തോന്നും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഓപ്പോസിഷനും റൂളിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ല. ഇന്ന് ഓപ്പോസിഷൻ, നാളെ റൂളിങ്. ഇന്നിവിടെ ഗഡ്ബന്ധൻ, നാളെ അവിടെ ഗഡ്ബന്ധൻ. അത്രയ്ക്ക്. അപ്പൊ സ്ഥിരമായിട്ട് ഒരാളും ശത്രുവല്ല, അവർ ചെയ്യുന്ന കർമ്മങ്ങളും തെറ്റല്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാരും ഈക്വലി ഗുഡ് ആണ്. പക്ഷെ എനിക്കിപ്പോ സഹിക്കാൻ പറ്റാത്തതൊക്കെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ആ സഹിക്കാൻ പറ്റില്ല എന്നുള്ള വാക്ക് മാത്രം ഒഴിവാക്കിയാൽ എല്ലാരും എന്റെ അടുത്ത ബന്ധുക്കളായി. കറക്റ്റ്. കണ്ടം ദ സിൻ നോട്ട് ദ സിന്നർ എന്ന് പറയുന്നത് പോലെ, അല്ലെ? ആ വിഷയങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുക, വ്യക്തികളെ അല്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അടുത്തത് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയുഗത്തിലെ 68-ാമത്തെ ശ്ലോകമാണ്. തസ്മാദ്യസ്യ മഹാഭാഗോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എത്ര സ്ഥലത്താണ് തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത പറഞ്ഞതെന്ന് എണ്ണി നോക്കേണ്ടി വരും. ബുദ്ധി പ്രതിഷ്ഠിത, ഇപ്പോ പ്രജ്ഞ പ്രതിഷ്ഠിത. അതിന് ഈ എവിടെയെങ്കിലും തസ്മാത്ത് എന്നൊരു വാക്ക് തുടങ്ങുന്നുണ്ടെന്ന് വിചാരിക്കും. അതിന്റെ അർത്ഥം അത് കൺക്ലൂഡിങ് ശ്ലോകമാണ്. അതുകൊണ്ട് എന്നാണ് പറയുന്നത്. അല്ലയോ, ഇവിടെ വിളിക്കുന്ന പേരും നോക്കണം, മഹാബാഹോ. അപ്പൊ അയാളുടെ ഗ്രേഡ് കൂട്ടി. ശക്തിയുള്ള കൈയുള്ള മനുഷ്യ, തനിക്ക് ശക്തി മാത്രം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, ബുദ്ധിയിലും കുറച്ച് വേണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. ചിലരൊക്കെ നമ്മൾ പറയില്ലേ, ഇത്രയൊക്കെ തടി ഉണ്ടായിട്ട് എന്താ കാര്യം, എനിക്ക് എന്താ മാത്സ് പഠിക്കാൻ പറ്റാത്തതെന്ന്. മാത്സ് പഠിക്കുന്നതും തടിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് വെച്ചറിയില്ല. ഇന്നൊക്കെ വളർന്നിട്ട് എന്താ കാര്യം, ഉണ്ട കണ്ണുണ്ടല്ലോ എന്നിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ്. മഹാബാഹോ, എടോ, എന്നിട്ടും തസ്മാത് യസ്യ, അതുകൊണ്ട് എന്താ പറയാൻ പോണത്, ആരുടെ ഇന്ദ്രിയങ്ങളൊക്കെയാണോ നിഗ്രഹീതാനി സർവശഃ, എവിടെയൊക്കെയാണോ എപ്പോഴൊക്കെയാണോ നിഗ്രഹിക്കാൻ സാധിക്കുന്നത്, ഇന്ദ്രിയാണീന്ദ്രിയർത്ഥഭ്യ, ഏത് കാര്യങ്ങളാണോ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് നമുക്ക് സർവപ്രകാരത്തിലും നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയി എന്ന് വിചാരിക്കുക. അത് പോയി എന്ന് പറഞ്ഞു. ആർക്കാണോ പറ്റുന്നത്, ഇപ്പൊ പോസിറ്റീവ് ആക്കിയത്, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിതാഹ, അവിടെയൊക്കെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രാൻസെൻഡന്റൽ നോളജ്, റെസ്ട്രിക്ഷൻ ഓഫ് ദ മൈൻഡ് വിൽ ഗിവ് യു ട്രാൻസെൻഡന്റൽ നോളജ് എന്ന് ഒറ്റ വാക്കിൽ ആ സബ്ജക്ട്, ആ ഒരു പാരഗ്രാഫ് ഫുള്ള് പറയാം. എവിടെയാണോ മനസ്സിനെയും ബുദ്ധിയെയും നന്നായിട്ട് പ്രതിഷ്ഠിക്കാൻ പറ്റുന്നത്, അവിടെ പ്രജ്ഞ പ്രതിഷ്ഠിതമാവും, ഭഗവാൻ പ്രതിഷ്ഠിതമാവും, അവിടെ നന്മ വരും, അവിടെ ഗുണങ്ങൾ ഉണ്ടാവും എന്നാണ്. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞൻ, ആ പ്രജ്ഞ എന്നുള്ള വാക്ക് വരുമ്പോഴൊക്കെ സ്ഥിതപ്രജ്ഞ എന്നുള്ള വാക്ക് ഓർത്താൽ മതി. പ്രജ്ഞ മാത്രമാകുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന ഒരാൾ യോഗിയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ സ്ഥിതപ്രജ്ഞനാവണമെങ്കിൽ, യോഗിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഏത് യോഗിയാണ് ഇവിടെ പറയുന്നത്? ഇവിടെ കർമ്മയോഗാണ്. കാരണം ഇവിടെ ബുദ്ധിയും അതും ഇതൊന്നുമല്ല. അൾട്ടിമേറ്റ്ലി വേണ്ടത് ബുദ്ധിയും മനസ്സും ഒക്കെ വെച്ചിട്ട് കർമ്മമാണ് ചെയ്യേണ്ടത്. അത് കർമ്മയോഗി ആയാലും, ഇനി അടുത്തത് ഇത് തിയററ്റിക്കൽ ആയിട്ടുള്ള നോളജിന് വേണ്ടിയിട്ടാണ് പറയുന്നത് വിചാരിക്കുക, അവർ ജ്ഞാനയോഗി ആയിരിക്കും. അങ്ങനെ ആയാലും ഇനി രണ്ടാമത് ഭക്തിയാണ് എനിക്ക് വേണ്ടതെങ്കിലോ, ഇന്ദ്രിയങ്ങളെ വശംവദമാവാണ്ടിരിക്കാൻ എനിക്ക് ഭക്തിയാണ് വേണ്ടത്. അപ്പൊ ഇതില് ആ സ്ഥിതപ്രജ്ഞ എന്നുള്ള വാക്കിന് 3 സങ്കല്പങ്ങളുണ്ട്. ഒന്ന് കർമ്മയോഗി, ഒന്ന് ജ്ഞാനയോഗി, ഒന്ന് ഭക്തിയോഗം. ഈ 3 യോഗങ്ങളും എവിടെയൊക്കെയാണോ സംയോജിക്കുന്നത്, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എവിടെ കർമ്മം വേണമെന്ന് പറഞ്ഞു, എവിടെ ബുദ്ധി വേണമെന്ന് പറഞ്ഞു, എവിടെ മനസ്സ് വേണമെന്ന് പറഞ്ഞു. ആ മനസ്സ് ഭക്തിയും ബുദ്ധി എന്ന് പറയുന്ന ലോജിക്കലായിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാ സ്കില്ലും ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ്, രണ്ടാമത്തെ സ്കില്ല്, മൂന്നാമത്തേത് വേണ്ടത് നമുക്ക് പൂർണ്ണമായിട്ടും
ഹാൻഡ്, ഹെഡ് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലേ 3 H. ഭഗവത്ഗീത ഞാൻ പറയുമ്പോൾ 3 H വെച്ചിട്ടാ പറയാ. ഒന്ന് എന്റെ കർമ്മം, അതെന്റെ കയ്യ്, അതിന് മനസ്സ് എന്ന് പറയുന്ന ഹാർട്ട് വേണം, ബുദ്ധി എന്ന് പറയുന്ന ഹെഡ് വേണം. ഈ 3 H ചേർന്നാൽ ഭഗവത്ഗീത തീരും. അപ്പോ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, ഈ 3 H എന്നിൽ പ്രതിഷ്ഠിതമാവണേ എന്നാണ് പറയുന്നത്. ഫേംലി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് വെറുതെ ഒന്ന് നോക്കിയിട്ടൊന്നും പോയാൽ പോരാ. ആ കണ്ടംപ്ലേഷൻ അവിടെ തന്നെ നടക്കണം പൂർണ്ണമായിട്ടും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു വാക്കാണ് തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അത് തസ്മാത് യസ്യ മഹാബാഹോ, ഈ ശ്ലോകം എനിക്ക് ബൈഹാട്ട. തസ്മാത് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ, എങ്ങനെയാണോ അതിനെ നിഗ്രഹിച്ച് സർവ കാര്യങ്ങളും എന്റെ കൺട്രോളിൽ എത്തിക്കുന്നത്. എങ്ങനെ ചെയ്യണത്? ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ എന്നാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളെ വശംവദമാകാതെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അകറ്റി നിർത്താൻ കഴിവുള്ളവൻ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അവന് പ്രതിഷ്ഠിതമായി നിൽക്കുന്നതാണ് പ്രജ്ഞ എന്നുള്ളതാണ്. ഇന്ദ്രിയാണിന്ദ്രിയർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവന്, വശംവദമായാൽ, മിക്കവാറും ആൾക്കാർ എങ്ങനെയല്ലേ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഭക്ഷണം ആവശ്യമില്ലെങ്കിലും കഴിക്കും. ചിലത് കാണരുത് എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ നോക്കുള്ളൂ. ഏതാണോ കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ അത് മാത്രമേ കേൾക്കുള്ളൂ. ഇതൊക്കെ അതിന്റെ കുഴപ്പമാണ്. എത്രയോ നല്ല സംഭവങ്ങൾ കാണാനുണ്ട് യൂട്യൂബിൽ, എന്നാലും മൊട്ട സാധനം മാത്രമേ കാണുള്ളൂ ചിലർ. വളരെ വ്യക്തമാണ്. നമ്മൾ ഏത് വിഷയത്തിലോട്ടാണോ നമ്മുടെ ഫോക്കസ് പോകുന്നത് അതിലോട്ടായിരിക്കും നമ്മുടെ ബുദ്ധി പോകുക. അങ്ങനെയാണ് നമ്മൾ മനസ്സമാധാനം ഇല്ലാതാകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ മാറ്റുന്നത് എന്നുള്ള വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വിവരണമാണ് നൽകിയത്. അടുത്തത് കുറച്ച് എപ്പോഴും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ശ്ലോകം കൂടിയാണ്. അതിന് അങ്ങയുടേതായിട്ടുള്ള ഒരു വിവരണം പ്രതീക്ഷിക്കുന്നു. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാംഖ്യയോഗത്തിലെ 69-ാമത്തെ ശ്ലോകമാണ്. യാനിശാ സർവഭൂതാനാം തസ്യാം ജാഗതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. കൺഫ്യൂഷൻ ഉള്ളതാണ്. അതായത് ഇവിടെ ഈ രാത്രി ഉണർന്നിരിക്കുന്ന എന്നുള്ളതിന്റെ പറയുന്നത് നമ്മള് മറ്റുള്ളവര് ചിന്തിക്കാത്ത തരത്തിൽ ചിന്തിക്കുന്നതാണോ എങ്ങനെയാണെന്നുള്ളത് ഒരു വിവരണം ആഗ്രഹമുണ്ട്. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട് അതില്. ഇത് നമ്മള് പണ്ടത്തെ ഒരു പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം ഉണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 56-ാമത്തെ ശ്ലോകം ആണ് അതിന്റെ കണക്റ്റിങ്. അതില് രാഗ, ശോക, മോഹ, ആ ഏതവസ്ഥയിലാണോ നമുക്ക് ക്രോധവും ഭയവും ഒക്കെ ഉണ്ടാവുന്നത്, അപ്പൊ വാക്കുകളിലും കേൾക്കുന്ന സംഭവങ്ങളിലും നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും നമുക്ക്. അത് എപ്പോ ഉണ്ടാവുന്നോ ആ സമയത്ത് എന്താ പ്രശ്നം ഉണ്ടാവുക? ആ സമയത്ത് ഉണ്ടാവുന്നതാണ് ഒരു ഭയം എന്ന് പറയുന്നത്. ആ ഭയം ഒഴിവാക്കിയാല്, ആ ഭയം എപ്പോഴാണോ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക, ആ ഒഴിവാക്കാനുള്ള സംഭവങ്ങളാണ് ഇത്രയും സമയം പറഞ്ഞത്. അത് ഒഴിവാക്കി കഴിയുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഇല്ലാണ്ട് സ്ഥിതപ്രജ്ഞനായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ എല്ലാ ചുറ്റുമുള്ള ഒരു ലോകം എന്ന് പറയുന്നത് ഒന്ന് വൈസായിട്ടുള്ളത്, മറ്റൊന്ന് ഇഗ്നറൻസ് ആയിട്ടുള്ളത്. 2 സംഭവങ്ങളാണ് പോസിബിൾ ആയിട്ടുള്ളത്. വൈസായിട്ടുള്ളതും ഉണ്ട്, ഇഗ്നറൻസ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ഇഗ്നറൻസ് ആണ് എപ്പോഴും ഒരു നിശ എന്ന് പറയുന്നതും രാത്രി ഇരുട്ട് എന്ന് പറയുന്നതും. ഒരു യഥാർത്ഥ പരമാർത്ഥം എന്ന് പറയുന്ന ഒരു തത്വം നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴാണോ എല്ലാ ഭൂതങ്ങളെയും ആത്മാവിന്റെ ആവിഷ്കാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും, ഒരു ആത്മനിഷ്ഠ എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയിട്ട് നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ. ആ അവസ്ഥയിൽ നോക്കുന്നത് പോലെ നമുക്ക് തോന്നാം. എപ്പതാ തോന്നാൻ പറ്റുക? ഒരു സ്വന്തം ചുറ്റുമുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ നമുക്ക് വശംവിധമായിട്ട് സാധിക്കാത്തൊരവസ്ഥയിലാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം. എന്നാല് നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ തുറന്നിരിക്കുന്ന സമയത്തും ആത്മബോധം ഉള്ളിൽ വളർത്തിക്കൊണ്ട് കണ്ണുകളൊക്കെ തുറന്ന്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറ് കണ്ണടച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ഈ കണ്ണടക്കുന്നതല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണ് പ്രോസസ് ചെയ്യുന്ന, കാണുന്നത് പ്രോസസ് ചെയ്യുന്നതിന്റെ ഒരു മനസ്സിനെയാണ് എനിക്ക് അടക്കി നിർത്തേണ്ടത്. ആ മനസ്സ് പ്രോസസ് ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ എന്ത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ അവസ്ഥയിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഉണർന്നിരിക്കുമ്പോ തന്നെ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ഉണർന്നിരിക്കുമ്പോ കാണാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഒരു ഇന്ദ്രിയത്തെ ജയിച്ചവനായിട്ട് മാറുക. ആ ഒരവസ്ഥയില് ജാഗർത്തി സയമി
ഏത് സമയത്താണോ എനിക്ക് വയസ്സായിട്ട് എന്റെ കാര്യങ്ങള് ജാഗ്രതി ഭൂതാനി യസ്യാം, ഏതവസ്ഥയിലാണോ എന്റെ ജാഗ്രത അവസ്ഥയിലും എനിക്ക് എല്ലാ സംഭവങ്ങളെയും ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്, ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തണം. അതല്ലാതെ കണ്ണടച്ചാലേ എനിക്ക് ഇരുട്ടാവുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ, കണ്ണടച്ചാലേ എനിക്ക് ശ്രദ്ധ ഉണ്ടാവുള്ളൂ. പലരും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും പ്രാർത്ഥിക്കണം ഉടനെ കണ്ണടച്ചോണ്ടിരിക്കും. കണ്ണടക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ണ് തുറന്നിരുന്നാലും നമ്മൾ കാണാണ്ടിരുന്നാൽ മതി. കണ്ണ് തുറന്നിട്ട് കാണാണ്ടിരിക്കുന്ന ആളാണ് യഥാർത്ഥ ജ്ഞാനി. കണ്ണടച്ചിട്ട് കാണാണ്ടിരിക്കുന്ന ആൾക്ക് കണ്ണടക്കുമ്പോഴും ഏതാണോ കണ്ണ് തുറന്നപ്പോ കണ്ടത് അത് ഉള്ളിൽ കാണുക ചെയ്യാം. അതെന്താ അർത്ഥം? എനിക്ക് കണ്ണടച്ചാലും, ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ് കേൾക്കുകയാണെന്ന് വിചാരിക്കുക, ആ കേൾക്കുന്ന സമയത്ത് ആള് മുമ്പിലുണ്ടെങ്കിലും അയാൾ പറയുന്നതേ കേൾക്കുള്ളൂ. എന്റെ ഇന്ദ്രിയങ്ങളുടെ ശ്രദ്ധ കണ്ണിൽ നിന്നും ചെവിയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പം അടുത്ത് കുറെ ആൾക്കാരുണ്ടെങ്കിലും അവരുടെ സ്മെല്ലൊന്നും നമുക്ക് പ്രശ്നമല്ല, കാരണം എന്റെ ശ്രദ്ധ അതിലല്ലാത്തത് കൊണ്ടാണ്. ഇനി ഇതൊക്കെ നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ റൂമിൽ ഫാൻ ഉണ്ടാവും, എന്റെ റൂമിൽ AC ഉണ്ടാവും, ഇതിന്റെ സൗണ്ട് ഒന്നും ഞാൻ കേൾക്കണില്ല, കാരണം ഈ പറയണതാ കേൾക്കണത്. ഉണ്ടാവും എന്ന് പറയുമ്പോഴോ ആ ശ്രദ്ധ എന്റെ മനസ്സിൽ വരും. നമ്മൾ രണ്ടുപേരും KR മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ മാർക്കറ്റിൽ നിറയെ തിരക്കുള്ള സ്ഥലത്ത് നടക്കാന്ന് വിചാരിക്കാം. ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റും, എത്രയോ കോലാഹലങ്ങൾ ഉണ്ടെങ്കിലും. അതെന്താ കാരണം? ഞാൻ ചെവി അടച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ശ്രദ്ധ ഏതിലാണോ പോകേണ്ടത് അതിലേക്ക് എനിക്ക് റീഡയറക്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് എനിക്കിത് എളുപ്പം സാധിക്കുക. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെ എനിക്ക് തുറന്നിരുന്നാലും, ചെവി തുറന്നിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ മാർക്കറ്റിലെ സൗണ്ട് ഞാൻ കേൾക്കാത്തത്? എനിക്കത് കേൾക്കണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇനി ചിലർക്ക് എന്താ കുഴപ്പം? അതേ കേൾക്കുള്ളൂ, എന്നിട്ട് പറയും എന്ത് ശല്യാണ്, എന്ത് ശല്യാണ്, എന്ത് ശല്യാണ്. അത് കേൾക്കുന്നത് കൊണ്ടാണ്. ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഞാനൊന്നും അറിയുന്നേ ഇല്ല. ഇപ്പൊ നമ്മള് റോഡ് സൈഡിൽ നിന്ന് നല്ല പാനിപ്പൂരി കഴിക്കുകയാണ്, ആ റോഡ് സൈഡിൽ താഴത്ത് കംപ്ലീറ്റ് ഡ്രെയിനേജിൽ വെള്ളം ഒഴുകുണ്ടാവും. ഞാനത് അറിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് അറിയുമ്പോഴാണ് പിന്നെ കഴിക്കാൻ പറ്റാത്തത്. അപ്പൊ ഇന്ദ്രിയങ്ങള് അനാവശ്യമായിട്ടുള്ള ശ്രദ്ധ പോകുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഏതൊരവസ്ഥയിലാണോ എനിക്ക് കൃത്യമായിട്ട് എന്താണോ വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ്, ആ കഴിവ് എനിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള സാരം. പ്രസാദേ മറ്റുള്ളവര് ഉറങ്ങിയിരിക്കുന്നത് മുനിക്ക്, സത്യദർശിയായിട്ടുള്ള ഒരു മുനിക്ക് രാത്രിയും അത് തിരിച്ചുമാണ് എന്ന് പറയുന്നതാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാറുള്ളത്. അതൊന്നുകൂടെ അത് ഇതുകൊണ്ടാണ്. അത് കൃത്യമായിട്ട് ഈ പര്യവധിഷ്ഠതയെ എവിടെയാണ് ഇത് നിശ്ചലമായി തീരുന്നത്, എവിടെയാണ് ഇതിന് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏത് സമയത്താണ് ഏത് മനുഷ്യന് ഇത് ഉണ്ടാവാണ്ടിരിക്കുന്നത്? സർവഭൂതാനാം യാ നിശ, എല്ലാ ജീവികൾക്കും രാത്രിയാണ്. യാ നിശ സർവഭൂതാനാം, എല്ലാ ജീവികൾക്കും അത് രാത്രിയാണ്. എന്നിട്ടോ തസ്യാം സമയീ ജാഗ്രതേ, അത് ഏത് ഇന്ദ്രിയങ്ങളാണോ ഉണർന്നിരിക്കുന്നത് ആ ഇന്ദ്രിയങ്ങള് രാത്രിയായാലും, ചില ജീവികൾക്ക് രാത്രിയിൽ ആ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യും. ഇരുട്ടത്ത് കാണുന്ന പട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചെവി കൃത്യമായിട്ട് കേൾക്കുന്ന ചില ജീവികൾ ഉണ്ടാവും. ഏത് ജീവിക്കാണോ ആ അവസ്ഥയുള്ളത്, നമുക്കും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, യസ്യാം ഭൂതാനി ജാഗ്രതി, ആ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് സാ പശ്യതഃ മുനേ നിശാഹ, അങ്ങനെ ഉണർന്നിരിക്കുമ്പോഴും അത് പ്രോസസ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് മാറിയാൽ ഞാൻ ആത്മതത്വത്തെ ദർശിക്കുന്ന ഒരു മഹർഷിയുടെ അവസ്ഥയിലേക്ക് എന്നിൽ ഉണർന്നിരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും ചെവി വർക്ക് ചെയ്യുന്ന സമയത്തും കേൾക്കാതെയും കാണാതെയും ഒക്കെ മാറാൻ പറ്റുന്ന പകലുള്ള പോലെ, ഏതുപോലെ സപശ്യതഃ മുനേ നിശാഹ, ഏത് പകല് ഏത് അവസ്ഥയിലാണോ എനിക്കുള്ളത്, രാത്രി ഏതവസ്ഥയിലാണോ എന്ന് ഒരു വ്യത്യാസമില്ലാതെ, എന്ന് വെച്ചാൽ കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും എന്നാണ് ഇവിടെ അർത്ഥം. അതുകൊണ്ട് രാത്രിയും പകലും എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് ഇത് കൺഫ്യൂഷൻ ആവുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോഴാണ് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടിയത്. അതായത് ഞാൻ രാത്രിയും പകലും ഒന്നൊന്നില്ല, ഞാൻ കണ്ണടക്കുമ്പോ ഇരുട്ടായി, അത് രാത്രിയായി. യാ നിശ സർവഭൂതാനാം എന്ന് പറഞ്ഞാൽ ആരാണോ കണ്ണടക്കുമ്പോഴ് ഈ ലോകത്തെ ഇരുട്ടായിട്ട് കാണുന്നത്, ഇരുട്ടല്ല ശരിക്ക്, ഞാൻ കണ്ണടച്ചിരുട്ടാക്കുകയാണെന്ന് പറയല്ലേ നമ്മൾ, അത് കണ്ണു തുറന്നിരിക്കുമ്പോഴും എനിക്ക് അതുപോലെ ഇരുട്ട് പോലെ തോന്നുമെങ്കിൽ, എന്ന് വെച്ചാൽ എന്റെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണ് പശ്യതോ മുനേഹ, അങ്ങനെയുള്ള വ്യക്തിയാണ് മഹർഷിമാര്. എന്റെ മുമ്പിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും
ഞാൻ അതൊന്നും കാണാതിരിക്കാനുള്ള ഒരു കഴിവുണ്ടാവുമ്പോഴാണ് ഞാൻ ഒരു മുനിയുടെ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പോഴാണ് ശരിക്കും ക്ലിയർ ആയത്. അതായത് ജിതേന്ദ്രിയനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിന്റെ അവസ്ഥയാണ് ഈ രാത്രി പകല് എന്നുള്ളത് വ്യക്തമാക്കുന്നത് അല്ലെ. അതല്ലാതെ ബുദ്ധിയും മനസ്സൊക്കെ പറയുമ്പോൾ നേരെ ഇരുട്ടും വെളിച്ചും പറയുന്നത് സയൻസ് ക്ലാസ് ആണോ? അല്ലല്ലോ, ജിയോഗ്രഫി ക്ലാസ്സും അല്ല. വളരെ വളരെ വ്യക്തമാക്കി തന്നു. കൃത്യമായിട്ട് പറഞ്ഞാല് ഞാൻ ഒരു വേറൊരു ഉദാഹരണം പറയാം. ഒരു നല്ല മനുഷ്യനെയും ചീത്ത മനുഷ്യനെയും അല്ലെങ്കിൽ ഇഗ്നോറന്റും വൈസും എന്ന് രണ്ട് കോളം ഉണ്ടാക്കി വിചാരിക്കും. വൈസ് ആയിട്ടുള്ള മനുഷ്യൻ ഫ്രീ ആയിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് കണ്ണ് തുറന്നും പിടിക്കാം, അടച്ചും പിടിക്കാം. മറ്റേ മനുഷ്യനോ അത് ബൗണ്ടഡ് ആണ്. എന്ത്? ഇന്ദ്രിയങ്ങളിൽ ബൗണ്ടഡ് ആണ്. അപ്പൊ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നം, അയ്യോ ഞാൻ അവിടെ നോക്കിയല്ലോ എന്ന് പറയും. മറ്റേ ആൾ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ കുഴപ്പമൊന്നുമില്ല അയാൾക്ക്. വയസ്സായിട്ടുള്ള മനുഷ്യൻ എപ്പോഴും പ്രകാശമുള്ളതാണ്. ഇഗ്നറന്റ് ആയിട്ടുള്ള ആൾക്കോ കണ്ണടച്ചാലും അടച്ചില്ലെങ്കിലും ഒക്കെ രാത്രിയാണ്, കാണാണ്ടിരിക്കേണ്ടതേ കാണുള്ളൂ. വയസ്സായിട്ടുള്ള മനുഷ്യനെ നമ്മൾ സ്വാമി എന്ന് വിളിക്കുകയാണെങ്കിൽ ഇഗ്നറന്റ് ആയിട്ടുള്ള മനുഷ്യനെ ആസാമി എന്ന് വിളിക്കേണ്ടി വരും. ഇനി നമ്മള് ഇനി ശ്ലോകം മറക്കില്ല. ഇതില് ക്ലാരിറ്റി 100% ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇപ്പോഴാണ് ശരിക്കും കുറച്ചുകൂടി ഏതായാലും പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നല്ലൊരു മനുഷ്യനെ നമ്മള് ആനന്ദത്തിന്റെ മാസ്റ്റർ ആണെന്ന് വിളിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇഗ്നറന്റ് ആയിട്ടുള്ളവരെ നമ്മൾ എന്താ വിളിക്കേണ്ട അറിയോ? പ്രകൃതിയുടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകം ഉണ്ടല്ലോ, ലോകവും ഭൂമിയും വ്യത്യാസമുണ്ട്. ഭൂമിയിൽ കുറെ എന്റർടൈൻമെന്റ് ചേർത്തിട്ടുള്ളതാണ് ലോകം. ആ ലോകത്തിന്റെ ഒരു ഭിക്ഷക്കാരനായിട്ട് മാറുന്നു. ഒന്ന് മാസ്റ്റർ ഓഫ് ആനന്ദ, മറ്റേ ആൾ ദ സ്ലേവ് ഓഫ് ദ വേൾഡ് എന്ന് പറയേണ്ടി വരും. ഈ ലോകത്തിന്റെയൊക്കെ നമ്മൾ കാണുന്ന വിഷയങ്ങളിലൊക്കെ പോയി അകപ്പെട്ട് അതിലടിമയായി അതിനുവേണ്ടി എന്തും ചെയ്യുന്ന കുറെ വ്യക്തികളുണ്ട്. അതായിട്ട് മാറും. മറ്റെടുത്തോ ഒന്നുമില്ലെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടാവും. അത് പ്രകൃതി എന്ന് പറയുന്നതിലാണ് എന്റെ നിഷ്ഠ. മറ്റെടുത്ത് പ്രകൃതിയല്ല, വികൃതിയിലാണ് നിഷ്ഠ. അതാണ് വ്യത്യാസം. ഇനി രണ്ടാമത്, ഇവരുടെ മുഖം എപ്പോഴും ഒരു സർക്കിൾ വരച്ചിട്ട് രണ്ട് കണ്ണ് മുകളിലേക്കും വായ താഴത്തേക്കും പിടിച്ച പോലെ ഗ്ലൂമി ആയിട്ടാണ് ഉണ്ടാവുക. മറ്റേവരുടേത് നേരെ റിവേഴ്സ് ആണ്. രണ്ട് കണ്ണും ഇങ്ങനെ വായ തുറന്നിട്ട്, അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന ഒരു അവസ്ഥ. ഭയങ്കര അല്ല, ശങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ശങ്കര ഹാപ്പിയാണ്. മറ്റേത് ഭയങ്കര ദുഃഖമാണ്. ഭയങ്കര ദുഃഖവും ഭയങ്കര സന്തോഷവും ഇല്ല, ഭയങ്കര ദുഃഖവും ശങ്കര സന്തോഷവുമായിരിക്കും. അപ്പൊ നല്ല മനുഷ്യന്മാർക്ക്, വിസ്ഡം ഉള്ള ഒരാൾക്ക് ശങ്കര സുഖവും മറ്റൊരാൾക്ക് ഭയങ്കര ദുഃഖവുമായിരിക്കും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള. അതാണ് ഈ 2-ാമത്തെ അധ്യായത്തില് 69-ാമത്തെ ശ്ലോകം എളുപ്പം മനസ്സിലാക്കാനുള്ള വഴി. എന്നിട്ട് ആ ശ്ലോകം ഒന്നും കൂടി വായിക്കുമ്പോഴത്തേക്കും എന്ത് ക്ലിയർ ആവുന്നറിയാം. സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേ. ഇത് ബൈഹാർട്ടായിരിക്കും, അതുകൊണ്ട് എളുപ്പമാണ്. അല്ല, അത് വേറൊരു ഉദാഹരണം പറഞ്ഞത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഇത് രാത്രിയും പകലും പറയാൻ ഇതെന്താ ബയോളജി മറ്റേ ജോഗ്രഫി ക്ലാസ് ആണോ എന്നുള്ളത്. അതിനി ഓർക്കുമ്പോ ഇതിന്റെ കൺഫ്യൂഷൻ കംപ്ലീറ്റ് മാറി. അത് ഭയങ്കരമായിട്ട് 100% ക്ലിയർ ആയി. എനിക്ക് കുറച്ചു കാലമായിട്ട് അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ വളരെ വ്യക്തമായിട്ടുണ്ട്. അടുത്തത് 70-ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 70-ാമത്തെ ശ്ലോകം. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി യദ്വദ് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. ഇവിടെ മീറ്റർ മാറി 70 എത്തുമ്പോഴത്തേക്കും. ഒരു ഇമ്പോർട്ടന്റ് ശ്ലോകം എന്നുള്ളതുകൊണ്ടാണ് മീറ്റർ മാറുന്നത്. അതിൽ ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ എല്ലാ ശ്ലോകവും ഇങ്ങനെ ടിക്ക് ചെയ്ത് TPSC പറഞ്ഞതിന് ശേഷമാണ് ഈ മീറ്റർ മാറുന്ന ശ്ലോകങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചൊല്ലുമ്പോഴുള്ള ആ രീതി മാറണം, അപ്പോഴേ വളരെ ശ്രദ്ധിക്കും. ആപ യദ്വത്, ഈ നദി എന്ന് പറയുന്ന അതിലുണ്ടാവുന്ന ജലം, ആപം. യദ്വത്, ഏത് പ്രകാരത്തിലാണോ, ഏത് തരത്തിലാണോ, ഏത് വിധത്തിലാണോ, അപ്യരു, ഏത് പാത്രത്തിലാണ് പോകുന്നത്, നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, സ്ഥിരമായി നിൽക്കുന്ന ഒരു അവസ്ഥയും, അചലപ്രതിഷ്ഠാം, ചലപ്രതിഷ്ഠാം അചലപ്രതിഷ്ഠാം, ഏത് ആപൂര്യമാണ് അചലപ്രതിഷ്ഠാം എന്നാണ്.
ഏത് നിറഞ്ഞ സ്ഥിതിയിൽ എവിടെ നിൽക്കുന്ന സമയത്ത് സമുദ്രം പ്രവിശന്തി, അത് സമുദ്രത്തെ പ്രവേശിക്കുന്ന സമയത്ത് തദ്വത് സർവേ കാമാഹ, അത് എല്ലാ കാമങ്ങളും അതിന്റെ ഐഡന്റിറ്റി ഒക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ആരിൽ പ്രവേശിക്കുന്നുവോ ആ പ്രവേശിക്കുന്നതില് എം പ്രവിശന്തി, അതിന്റെ ഭാഗമായിട്ട് മാറും. അതിന് തദ്വത് കാമാഹ എം പ്രവിശന്തി സർവേ, ഏത് അവസ്ഥയിലാണോ അത് സബ്മേർജ് ചെയ്ത് അതിനകത്തേക്ക് ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്നത്, ഒരു ഒഴുകുന്ന വെള്ളത്തിന് അത് ഒരു മഹാനദിയിൽ എത്തുന്നത് വരെ അതിന് പേരുള്ളൂ. അത് ട്രിബ്യൂട്ടറി ആയാലും ഡിസ്ട്രിബ്യൂട്ടറി ആയാലും വലിയ നദിയുടെ ഭാഗമായിട്ട് ആ വെള്ളം ഇരിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. വലിയ നദിയുടെ പേരങ്ങട് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ സശാന്തിം ആപ്നോതി കാമകാമീന, ഏത് ആളും ശാന്തിയെ പ്രാപിക്കുന്ന സമയത്ത് അതിനു മുമ്പുണ്ടാവുന്ന അശാന്തിയാകുന്ന ചെറിയ നദികളുടെ പേരുകളൊന്നുമില്ലാതെ വലിയ നദിയിലേക്ക് ലയം പ്രാപിക്കുന്ന ഒരു സുഖം മനുഷ്യന് കിട്ടും. അതുകൊണ്ട് ഭഗവാനിലേക്ക് ലയം പ്രാപിച്ചാൽ നമ്മുടെ പണ്ട് ജന്മത്തിൽ നമ്മൾ ചെയ്ത അശാന്തിയോ ദുഃഖമോ ഒന്നും ആവലാതിപ്പെടേണ്ട കാര്യമില്ല. പലരുടെയും ദുഃഖം ഇന്നലെ എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് കോൺട്രിബ്യൂട്ടിംഗ് റിവേഴ്സ്. ഇനി ഡിസ്ട്രിബ്യൂട്ടറി റിവർ ആയാലോ, നാളെ ഞാൻ ഇവിടുന്ന് ചെറിയ വഴികളിലൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാവും എന്ന് ആലോചിക്കും. അതുകൊണ്ട് അത് വേണ്ട, ആ വലിയ നദിയിലൂടെ ഒഴുകുന്ന സംഭവം മാത്രം ആലോചിച്ചാൽ മതി. എല്ലാ നദികളും സമുദ്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് സമുദ്രത്തിന് ഒരു മാറ്റവും വരുന്നില്ല. സമുദ്രം ഇനി വേറെ നദികൾ ചേർന്നാലും ഇല്ലെങ്കിലും ആ നദിക്ക് ആ പേര് തന്നെ ഇടുക. നമ്മള് എത്ര വലിയ നദികളുടെ പേര് കൊടുത്താലും വെള്ളമുണ്ടോ ഇല്ലയോ എന്നും ആ നദിക്ക് നദിയുടെ പേര് തന്നെ ഉണ്ട്. വെള്ളമില്ലാത്ത കാലത്ത് നദി അല്ലാന്ന് ആരും അവിടെ പെയിന്റ് അടിച്ച് മാറ്റാറില്ല. അതുപോലെ ജലം സമുദ്രത്തിൽ ചേരുന്ന സമയത്തും ചേരാത്ത സമയത്തൊക്കെ നദിക്ക് ഏത് പേരുണ്ടോ അതുപോലെ ശാന്തിക്കും നമ്മുടെ ഗുണങ്ങൾക്കും വൈസർ വിസ്ഡം എന്ന് പറയുന്നതിനും ഭഗവാനും ഒക്കെ ഒരു നിഷ്ഠയുണ്ട്. ആ നിഷ്ഠയില് നമ്മൾ ലയിച്ചു പോവുകയാണ് വേണ്ടത്. അപ്പോ ആ യോഗാവസ്ഥ എന്ന് പറയുന്ന യോഗാവസ്ഥ സ്ഥിരമായിട്ട് ഒഴുകുന്ന നദി പോലെയും നമ്മളൊക്കെ അതിനകത്ത് ചേരുമ്പോ ആ നദിയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു ശാന്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുകയും നമ്മുടെ കാമങ്ങളെയൊക്കെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സുഖം ലഭിക്കുന്ന കുറച്ചു കാലമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാല് രക്ഷപ്പെടുന്ന ഒരു മാർഗമല്ലേ. ആ ശാന്തി ലഭിക്കണമെങ്കിൽ ആ വെള്ളത്തിലേക്ക് നമ്മൾ ലയം പ്രാപിക്കണം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. അതുകൊണ്ട് നീ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെറിയ നദിയായിട്ട് സ്ഥിരമായിട്ട് ഒഴുകി പോകുന്നതിനേക്കാളും നല്ലത് ഈ ആത്മാഭിമാനമുള്ള വലിയ ഒരു സങ്കല്പത്തിന് വേണ്ടിയിട്ട് വലിയൊരു ഗുണമാകുന്ന ഈ ഒരു മഹാസാഗരമാകുന്ന നമ്മുടെ കർമ്മത്തിന്റെ കൂടെ ജോയിൻ ചെയ്താല് നീ വലിയ നദിയുടെ ഭാഗമായിട്ട് മാറും. ഇവിടുന്ന് ഒളിച്ചോടി പോയാലോ നടക്കാനുള്ള നദി എന്തായാലും നടക്കും, യുദ്ധം എന്തായാലും നടക്കും, ചിലപ്പോൾ ജയിക്കുകയും ചെയ്യും. പിന്നെ നിന്റെ പേര് ഈ ചെറിയ നദികളുടെ പേര് പോലെ സ്ഥിരമായിട്ട് നിൽക്കും. ആരും നിന്നെ വലുതായിട്ട് അറിയില്ല. അതുകൊണ്ട് വലിയ കർമ്മങ്ങളിലേക്ക് എടുത്തു ചാടുക. ആപ്നോതി ന കാമ കാമി, ചെറിയ ചെറിയ ഡിസാറ്റിസ്ഫാക്ഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നോക്കണ്ട. സശാന്തിം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. പ്രവിശ്യന്തി സർവേ, അത് അതിലേക്ക് പ്രവേശിക്കുകയാണ് നിന്റെ ഏറ്റവും നല്ല. തദ്വത് കാമാഹ യം പ്രവിശ്യന്തി സർവേ സശാന്തിം ആപ്നോതി ന കാമ കാമി എന്നാണ്. എന്ത് രസകരമായിട്ടുള്ളൊരു വാക്കാന്ന്. നമ്മൾ ആ നദിയിലേക്ക് അങ്ങോട്ട് ലയിക്കുക. അതാണ് വലിയൊരു നദി. വലിയ പ്രളയം വരുന്ന സമയത്ത് ആ പ്രളയത്തിന്റെ കൂടെ അങ്ങോട്ട് ഒഴുകുക, അതാണ് നല്ലത്. അതിന്റെ മെയിൻ സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെയും കാണാം. നമ്മുടെ വിസ്ഡം എന്ന് പറയുന്നത് വലിയൊരു ഓഷനാന്ന് വിചാരിക്കുക. ഇഗ്നറന്റ് ആയിട്ടുള്ള നമ്മൾ പറയാറില്ലേ, ഒരു ചെറിയ പോണ്ടാണ് അല്ലെങ്കിൽ ചെറിയ തടാകമാണ്, അത് ഒഴുകാത്തത് ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് എല്ലാ ഡേർട്ടും വന്നുപെടും. അത് ശുദ്ധമാവില്ല. ഒഴുകുമ്പോഴാണ്, വലിയ നദിയുടെ കൂടെ ഒഴുകുമ്പോഴാണ് ശുദ്ധം. ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ ആകുമ്പോൾ അതിന് അശുദ്ധി കൂടുക ചെയ്യുക. അതുകൊണ്ട് ആ തടാകങ്ങളിൽ നിൽക്കല്ല വേണ്ടത്, വലിയ ഒരു നദിയിലേക്ക് അങ്ങോട്ട് ചേരുക, അതാണ് വേണ്ടത്. അതുകൊണ്ട് എത്ര മഴ പെയ്താലും മഴ പെയ്തിട്ടില്ലെങ്കിലും നദികൾക്ക് നദിയുടെ പേര് തന്നെ ഉണ്ടാവും. ചില തടാകങ്ങളൊക്കെ നമ്മൾ കാണുന്നത് മഴ വരുമ്പോൾ മാത്രമാണ്. ചെറിയ നദികളൊക്കെ സ്ട്രീമുകളൊക്കെ അതിന് പേര് പോലും ഉണ്ടാവാറില്ല. കാരണം എന്താണ്? മഴ വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നദി അങ്ങനെയല്ല, എപ്പോഴും ആ നദിക്ക് നദിയുടെ ബോർഡും പേരും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് വലിയ നദികളുടെ രൂപങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത്. അത് എപ്പോഴും കംപ്ലീറ്റ് ആണ്, മറ്റേത് ഇൻകംപ്ലീറ്റ് ആണ്. അത് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വേറെ ആരോ ഡിസൈൻ ചെയ്യുന്നതാണ്. നദിക്ക് അങ്ങനെയല്ല, അതിന്റെ ഐഡന്റിറ്റി സ്ഥിരമായിട്ടുണ്ട്. അതുകൊണ്ട്
വൈസറായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറെ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അത് ഒരു വന്നതിനെയോ പോകുന്നതിനെയോ ചേരുന്നതിനെയോ ചേരാത്തതിനെയോ എക്സ്പീരിയൻസോ കർമ്മം ചെയ്തോ കർമ്മം ചെയ്തിട്ടോ ഒന്നും ബാധകമല്ല അവിടെ. മറ്റിടത്ത് അങ്ങനെയല്ല. അതിനൊക്കെ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും നീ നോൺ ബൗണ്ടഡ് ആയിട്ടുള്ള അൺബൗണ്ടഡ് ആയിട്ടുള്ള സ്ഥിരതയുള്ള ഒരവസ്ഥയിലേക്ക് പോവുക. ആ സ്ഥിരതയുള്ള അവസ്ഥയാണ് ശാന്തി എന്ന് പറയുന്നത്. വെളിച്ചമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിലേക്ക് ചാടുക. അതിന് യാതൊരു റിസർവേഷനും ഇല്ലാതെ മുന്നോട്ട് പോവാ. അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അടുത്ത ഭാഗങ്ങളിലും ഒക്കെ ഈ ശാന്തിയും അശാന്തിയും മാത്രമാണ്. കാരണം കർമ്മം പറഞ്ഞു, ജ്ഞാനം പറഞ്ഞു, ഭക്തി പറഞ്ഞു. ഇനി എന്ത് ചെയ്താലാണ് ശാന്തി കിട്ടുക, എന്ത് ചെയ്താലാണ് ശാന്തി കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ചെയ്യുക. ഇതോടുകൂടി തീർന്നു. രണ്ട് സ്റ്റാൻസിയും കൂടി ആയാൽ രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞില്ലേ അല്ലേ? 72 അത് കഴിഞ്ഞു. അതിപ്പോ നമുക്ക് തീർക്കാം. അതെ 72 അല്ല, ഈ ഒരു ശ്ലോകത്തിന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഉദാഹരണത്തിലൂടെ ശരിക്കും നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു. അല്ല, ഞാനും കേൾക്കാം. ഞാനും കേൾക്കാത്തതാ പറയുന്നത്. വേറെ ആരോ പറയുന്ന പോലെയാണ് ടിപ്പിസി പറയുന്നത്. അല്ല, എനിക്കിത് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നു കേട്ടോ. കാരണം ആ ഒരു ഉദാഹരണം ഇതൊക്കെ ആരാ പറയണത്, ഞാനാണോ പറയണതെന്ന് എനിക്ക് തന്നെ അറിയാം. എനിക്കിപ്പോ സംശയം തോന്നുന്നു ഭഗവാൻ. അയ്യോ, ഇത് ഭയങ്കര ഭയങ്കര നല്ലൊരു വിവരണം. നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാണ്. അതായത് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു പ്രശ്നമായിട്ട് മാറണോ മനുഷ്യര്, അതോ വലിയൊരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് മാറണോ? ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ ഈശ്വര ധർമ്മവുമായിട്ടൊക്കെ ചേരുമ്പോൾ, വലിയൊരു കോസുമായിട്ട് ചേരുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി അതനുസരിച്ചിട്ട് എല്ലാ വ്യക്തികൾക്കും പറ്റുന്നത്. അവൻ പറയാല്ലേ എനിക്ക് വ്യക്തിത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ നടക്കുന്ന ആൾക്കാരുണ്ടേ. അപ്പോഴാണ് കുടുംബം എന്ന് പറയുന്ന വലിയൊരു നദിയിൽ ചേരുക, സമൂഹം എന്ന് പറയുന്ന വലിയൊരു നദിയിൽ ചേരുക. അതാണ് സത്സംഗിന്റെ ഒക്കെ ഭാഗമാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. ഈ പുഴ എന്ന് പറയുന്നതൊക്കെ വലിയ സത്സംഗമാണ്. ആ സത്സംഗിൽ നമ്മുടെ അങ്ങോട്ട് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒന്നും ഒരു പ്രശ്നമല്ലാണ്ടാവും. അതൊക്കെ അങ്ങോട്ട് മറന്നുപോകും. വലിയ ഒരു സംഭവമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, എനിക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഇതായിരുന്നു. 2 ശ്ലോകം കൂടെ ഉള്ളു. അപ്പൊ അതും കൂടെ തീർക്കാം നമുക്ക് എന്തായാലും. അടുത്തത് 71 ശ്ലോകമാണ്. 72 ശ്ലോകം 71 അല്ലെ? അതെ. ഭഗവത്ഗീത സാഖ്യയോഗം 2-ാം അധ്യായത്തിലെ 71 ശ്ലോകം. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമതിഗച്ഛതി. ഇത് വളരെ എവിഡന്റ് ആയിട്ടുള്ള ആ 2 ലൈൻ വായിച്ചാൽ തന്നെ അതിന്റെ സംഭവം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. നിർമ്മമോ നിരഹങ്കാര. നമുക്കല്ല, TPSCക്ക് മനസ്സിലായി എന്ന് പറയണം. നമുക്കല്ല, നിർമ്മമോ, മമതയില്ലാതെ, മമതയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്, നിരഹങ്കാര, അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്, സശാന്തി, ആ നല്ല ശാന്തിയിലേക്ക് എത്തുമ്പോൾ, അതിഗച്ഛതി, അവിടത്തേക്ക് നമ്മൾ ആ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അത് ഏതൊരാളാണോ, ഏത് യപുമാൻ സർവാൻ, ഏതൊരു മനുഷ്യനാണോ, യപുമാൻ ആരാണ്, ഏത് മനുഷ്യനാണ്, സർവാൻ സകല കാര്യങ്ങളും, കാമാൻ വിഹായ, കാമങ്ങളിൽ നിന്ന് വിഹായത്തിലേക്ക് പോയിട്ട് ഉപേക്ഷിച്ചിട്ട്, നിസ്പൃഹ നിർമ്മമ, അത് നിസ്പൃഹമാണ്, ആശയം ഉണ്ടാവാണ്ടിരിക്കണം, അതിൽ യാതൊരു ഒരു ബോണ്ടേജും ഇല്ലാണ്ടിരിക്കണം. ഞാനെന്ന എന്റെ ഒരു ഭാവമുണ്ടല്ലോ, അഹങ്കാരം എന്ന് പറയുന്ന ഒരു ഭാവം. സംസ്കൃതത്തിലെ അഹങ്കാരമല്ല, മലയാളത്തിലെ അഹങ്കാരം എന്ന് മനസ്സിലാക്കാം. ഇത് ഏതവസ്ഥയിലാണോ നമുക്കുള്ളത് അവിടെ നിന്ന് ചരതി, ചരിച്ചു പോകുന്നു. എങ്ങോട്ട് പോകുന്നു? സശാന്തി അതിഗച്ഛതി, ശാന്തി പ്രാപിക്കുന്ന വഴിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനാണ് കേമൻ എന്ന് പറയുന്നവർ വരെ കുടുംബത്തിന്റെ ഭാഗമാവുക, ഞാനാണ് കേമൻ എന്ന് പറയുന്നത് സത്സംഗിന്റെ ഭാവമാവുക. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വിഹായ കാമാന്യ സർവാൻ, ഏതൊരാളാണോ അങ്ങനെ പോകുന്നത്, പുമാം ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര, നല്ല വാക്കാണത്, നിർമ്മമോ നിരഹങ്കാര സശാന്തി അതിഗച്ഛതി, അങ്ങനെയുള്ള വ്യക്തിക്ക് ആ ശാന്തി, ആ അവസ്ഥയിൽ നിന്നും അതിഗച്ഛതി, അത് കിട്ടും. പെർഫെക്റ്റ് പീസ്, അറ്റൈൻ ദ പെർഫെക്റ്റ് പീസ്, ബ്ലിസ്ഫുൾനെസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിലേക്ക് നമ്മൾ ചാടാൻ വലിയ സമയമൊന്നും വേണ്ട എന്നുള്ളത്.
അത് ചാടിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അതാണ് അവസാനം നിർവ്വാണം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആ നിർവ്വാണത്തിലേക്ക് എത്തിക്കുകയാണ്, അർജുനനെ നിർവ്വാണത്തിലേക്ക് എത്തിക്കുകയാണ്, നമുക്കൊക്കെ വേണ്ടിടത്തേക്ക് എത്തിക്കുകയാണ് ഭഗവാന്റെ ലക്ഷ്യം. വളരെ വ്യക്തമായിട്ടാണ് 71ാമത്തെ ശ്ലോകം പറഞ്ഞു തന്നത്. അടുത്തത് 72ാമത്തെ ശ്ലോകത്തോടു കൂടി ഭഗവത്ഗീത 2ാം അധ്യായം സാഖ്യയോഗം ഇവിടെ സമാപിക്കുകയാണ്. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സാമന്തകാലേബി ബ്രഹ്മനിർവാണമിച്ഛതി. ബ്രഹ്മ നിർവാണം ഉറപ്പായിട്ടും എപ്പ കിട്ടും? അടുത്തൊന്നും കിട്ടില്ല. അന്ധകാലേ അപി, അവസാന കാലാകുമ്പോഴത്തേക്ക് നിങ്ങൾ നിനക്ക് കിട്ടിക്കൊള്ളുന്നു. എളുപ്പം ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഥ തീരില്ലേ. അതുകൊണ്ട് ഇപ്പൊന്നും കിട്ടില്ല. അന്ധകാലേ അപി, അവസാന കാലത്തെങ്കിലും നിനക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഉറപ്പൊന്നുമില്ല കേട്ടോ. അവസാന കാലം ചിലപ്പോ ബുദ്ധി മാറിപ്പോയാലോ. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. അന്ധകാലത്തിനെങ്കിലും കിട്ടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ അവസാന കാലം ഉറപ്പായിട്ടും കിട്ടില്ല. അതുകൊണ്ട് കിട്ടണമെങ്കിൽ ഏ പാർത്ഥ ഏഷാ ബ്രാഹ്മീ സ്ഥിതി, ഏ അർജുന പാർത്ഥ എന്ത് ചെയ്യണം? ബ്രഹ്മനിഷ്ഠയോടുകൂടി, നല്ല അവസ്ഥയോടു കൂടിയിട്ട് ഏനാം പ്രാപ്യന വിമുഹ്യതി, ഏതിനെ പ്രാപിക്കണം? ആരും മോഹിക്കാത്ത ഒരു മോഹത്തിലേക്ക് നമ്മൾ പോകണം. ഏതാണ് ആ മോഹം? എല്ലാവർക്കും സാധിക്കുന്നതല്ല, അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. അങ്ങനെ ഈ നല്ല പാത്തിലൂടെയൊക്കെ പോയിട്ട് നല്ല മനുഷ്യനായിട്ട് സ്ഥിതപ്രജ്ഞനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അസ്യാം സ്ഥിത, അതിൽ നമ്മൾ പ്രതിഷ്ഠിക്കപ്പെടും. ഏതില്? അത് എന്ന് പറയുന്നത് ബ്രഹ്മനിഷ്ഠയാണ്. ആ ബ്രഹ്മനിഷ്ഠയിലേക്ക്, സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മനിർവാണം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് പ്രാപിക്കാൻ മിക്കവാറും യോഗം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്! ഏ അർജുന, നിന്റെ ബ്രഹ്മനിഷ്ഠ നിനക്കെത്തും സ്ഥിതപ്രജ്ഞനായിട്ട് പോയി കഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. പക്ഷെ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് മോഹത്തിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മോഹം എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഈ മനുഷ്യനുള്ള, എന്റെ ചുറ്റുമുള്ള എന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട്, എന്റെ ആവശ്യം, എന്റെ എന്നുള്ള വാക്ക് ഒഴിവാക്കിയിട്ട് സമാധാനം വേണം എന്ന് പറഞ്ഞാൽ, എനിക്ക് സമാധാനം വേണം എന്ന് പറയുമ്പോഴേ സമാധാനം ഇല്ലാണ്ടിരിക്കുള്ളൂ. സമാധാനം വേണം എന്ന് പറഞ്ഞാൽ നമുക്കും സമാധാനം ബാക്കിയുള്ളവരുടെ കൂടെ ഉണ്ടാവും. ഒരു വലിയ മരമായിട്ട് നമ്മൾ വളർന്നു എന്ന് വിചാരിക്കുക, ചുറ്റും ഒരു മരങ്ങളും ഇല്ലാത്തൊരവസ്ഥ. ഒരു കാറ്റ് വന്നാൽ അത് പൊട്ടിപ്പോകും. അതേ സമയത്ത് വലിയ മരങ്ങളാണ് എനിക്ക് ചുറ്റുമുള്ളതെന്ന് വിചാരിക്കുക, എത്ര കാറ്റടിച്ചാലും നമുക്കൊന്നും പറ്റില്ല. കാരണം എല്ലാ മരങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട്, അന്യോന്യം സപ്പോർട്ട് ചെയ്തിട്ട് നിന്നോളും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യേണ്ടത് എല്ലാവരും അന്യോന്യം സപ്പോർട്ട് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. എല്ലാവർക്കും കൂടെ നിന്നാലേ അതിനുള്ള ബ്രഹ്മനിഷ്ഠ കൈവരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. സാധ്യത ഉണ്ടാവുന്നത് ഉറപ്പൊന്നുമില്ല കേട്ടോ, അത് പ്രാപിക്കാനുള്ള യോഗം ഉണ്ടാവുന്നതാണ്. സ്ഥിത്വാ അസ്യാ അന്ധകാലേ അപി ബ്രഹ്മ നിർവാണ മൃച്ഛതി എന്നാണ്. കിട്ടാനുള്ള സാധ്യതകൾ മിക്കവാറും ഉണ്ടാവുമെന്നാണ്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു, ഭഗവത്ഗീതയാണ്, ഉപനിഷത്താണ്, ബ്രഹ്മവിദ്യയാണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ളതും ബ്രഹ്മവിദ്യയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ബ്രഹ്മവിദ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ്. യോഗശാസ്ത്രമാണ്. എന്തിന്റെയൊക്കെ യോഗമാണ്? കർമ്മയോഗമാണ്, ജ്ഞാനയോഗമാണ്, ഭക്തിയോഗമാണ്. അത് ആരാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്? ശ്രീകൃഷ്ണ അർജുന സംവാദേ, അത് സംവാദമായിട്ടാണുള്ളത്. പക്ഷെ ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഇതിൽ സംഖ്യായോഗം അനലൈസ് ചെയ്ത്, ക്രിട്ടിസൈസ് ചെയ്ത്, ഉള്ളിൽ പോയി ഡെപ്തിൽ തപ്പി കണ്ടുപിടിച്ച്, ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, ഇടക്കിടക്ക് കേട്ട് വായിച്ച് പഠിച്ച് കഴിഞ്ഞാല് ഈ ഒരു അധ്യായം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. കർമ്മയോഗത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടായാൽ തന്നെ, അത് ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായാല്, അത് അറിഞ്ഞു ചെയ്യാൻ ഭാഗ്യമുണ്ടായാല് ഈ ഭഗവത്ഗീതയുടെ 2ാം അധ്യായം കുറച്ചെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് മാറും. ഇത്രയൊക്കെ പറയാൻ പറ്റും. ഇത്രയും മനോഹരമായിട്ട്, അതായത് ആ വൃക്ഷങ്ങളുടെ ഉദാഹരണത്തോടു കൂടി എന്തുകൊണ്ടാണ് സനാതന ധർമ്മം എല്ലാ ലോകത്തിനും സുഖം പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് മറക്കാൻ സാധിക്കാത്ത രീതിയിലാണ് സാഖ്യയോഗത്തിലൂടെ
പറഞ്ഞു തന്നിരിക്കുന്നത്. ഭഗവാന്റെ നേരിട്ടുള്ള വാക്കുകൾ ഒഴുകി വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയത്. ഇതിന് എത്ര നന്ദി പറയണമെന്നറിയില്ല. പാദ നമസ്കാരത്തോടു കൂടി 1000 നന്ദി രേഖപ്പെടുത്തുകയാണ് ടിപ്പീസ്ജിക്ക്. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാംഖ്യയോഗോ നാമ ദ്വിതീയോധ്യായഃ സമാപ്തി.